A warm welcome you all to Gala 2K25. Good evening, distinguished guests, respected teachers, beloved parents, and dear students. Today is momentous occasion as we gather here for celebrate another glorious years of excellence, dedication, and growth at Nazrat LP School. Let us thank each one of you for being here whole sincerely and working hard for making this day even more colorful. Hearty welcome to our Nazrat family. On this beautiful evening, late Reverend Father Ignatius O.F. Camp, the founder of Nazrat LP School, was a great visionary and the philanthropist for the purpose of imparting knowledge, information, and ideas to the budding future. A school is master for reading the sign of the time and responding to the need the school was established by the hard work of him. Let's bow our head before his memories. Now I invite all the dignitaries to the stage. Let's give them cheerful and loud applause and welcome them to the stage. A very good evening to everyone. A warm welcome to all of you on this special occasion. Before we begin today's event, let us start with a moment of peace and reflection by invoking the blessing of the divine. Prayer has the power to bring clarity, calmness, and positivity to our minds and hearts. We will now begin today's program with a prayer song to invoke the blessing of the Almighty. Mother Teresa said that kind and hearty words can be short and easy to speak, but their echo are truly endless.
Our school manager, Reverend Father Saju Chirkal, is enriched by those words. I invite Reverend Father Saju Chirkal. Welcome all to this great event. മനോഹരമായ ഒരു സായാഹ്നത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. നാം എല്ലാവരും നസ്രത്ത് എൽ പി സ്കൂളിൻ്റെ 50ാമത് വാർഷികാഘോഷത്തിൻ്റെ നിറവിലാണ്. 1975 ക്രാന്തദർശിയായ ഇഗ്നേഷ്യസ് അച്ഛൻ സ്ഥാപിച്ച ഈ വിദ്യാലയം ഒത്തിരിയേറെ പേരുടെ വിദ്യാലയമാണ്. സാധാരണക്കാർക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇഗ്നേഷ്യസ് അച്ഛൻ എന്ന കർമ്മയോഗി സ്ഥാപിച്ച ഈ വിദ്യാലയം 50 വർഷം പിന്നിടുമ്പോൾ യശശരീരനായ ഇഗ്നേഷ്യസ് അച്ഛനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. കൊടുക്കുംതോറും വർദ്ധിക്കുന്നതും നശിക്കാത്തതുമായ അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് നസ്രത്ത് സ്കൂൾ വിരാജിക്കുമ്പോൾ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു, ഏറെ അഭിമാനിക്കുന്നു. ചുറ്റും ഒട്ടേറെ സ്കൂളുകളുണ്ടെങ്കിലും സാധാരണക്കാരായ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നു എന്നതാണ് നസ്രത്ത് സ്കൂളിൻ്റെ പ്രത്യേകത. മറ്റ് സ്കൂളിലെ കുട്ടികൾ മാറ്റുരയ്ക്കുന്ന എല്ലാ പരിപാടികളിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും ഒട്ടും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവേളയിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചുപോയ ആരും തന്നെ പാഴായി പോയിട്ടില്ല. മാത്രമല്ല, സമൂഹത്തിൽ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ മനസ്സുള്ളവരാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ജ്ഞാനസമ്പാദനം മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം, നന്മയുള്ള ഒരു മനസ്സും സൃഷ്ടിക്കുക എന്ന് കൂടിയാണ്. അത് നസ്രത്ത് സ്കൂള് വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. വിജ്ഞാനത്തിൻ്റെ വെള്ളാരക്കല്ലുകൾ പെറുക്കുന്ന അവരുടെ ശ്രമത്തോടൊപ്പം അവരുടെ കഴിവുകളും ഇവിടെ പീലി വിടർത്തുകയാണ്. വിജ്ഞാനത്തോടൊപ്പം ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന വകതിരിവും ഉള്ളവരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജെയ്സൺ കാളനച്ചനാണ്. അച്ഛൻ ഞങ്ങളുടെ സെൻറ്റ് തോമസ് കപ്പൂച്ചൻ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലാണ്. അച്ഛൻ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഈ വാർഷികത്തിന് വരുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം അച്ഛൻ അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യലായിപ്പോൾ വന്നു. പിന്നീട് ഇപ്പോൾ 2 പ്രാവശ്യം അച്ഛൻ പ്രൊവിൻഷ്യലായപ്പോഴാണ് അച്ഛൻ ഈ മീറ്റിങ്ങിന് വരുന്നത്. അച്ഛൻ പഠനത്തിൻ്റെ മേഖലകളിൽ ഒരു അതികായകനാണ്. അച്ഛൻ പഠിച്ച മേഖലയിലൊക്കെ അച്ഛൻ ബെസ്റ്റ് സ്റ്റുഡൻറ്റും റാങ്ക് ഹോൾഡറുമൊക്കെയാണ്. BA MA ഫിലോസഫികളിലൊക്കെ അച്ഛൻ പഠിക്കുമ്പോൾ അച്ഛൻ റാങ്ക് ഹോൾഡറായിരുന്നു. അതിനുശേഷം അച്ഛൻ ഓസ്ട്രിയയിൽ പോയി ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് എടുക്കുകയും പിന്നീട് ഞങ്ങളുടെ ഒത്തിരിയേറെ സെമിനാറുകളിൽ സ്റ്റാഫായിട്ടും വിസിറ്റിംഗ് പ്രൊഫസറുമായിട്ടും ഒക്കെ അച്ഛൻ സേവനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊവിൻഷ്യൽ അച്ഛനും കൂടിയാണ്. അപ്പം അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ ഈ വാർഷിക ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ വിശിഷ്ടാതിഥി ഡോക്ടർ പോൾ മുണ്ടാടനാണ്. അദ്ദേഹം ഫിസാറ്റിൻ്റെ മുൻ ചെയർമാനാണ്, ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 34 വർഷമായിട്ട് ബാങ്കിങ് മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. തികഞ്ഞ ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ ഫിസാറ്റിൻ്റെ ചെയർമാനായിരുന്ന 6 വർഷം അതിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ഒരു ദീർഘദർശി കൂടിയാണ് അദ്ദേഹം. നല്ലൊരു വാഗ്മിയാണ്. ഒത്തിരിയേറെ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ബഹുമുഖ പ്രതിഭയാണ്. ഞാൻ ഇന്നലെ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥി ഡോക്ടർ പോൾ മുണ്ടാടനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നല്ലൊരു വാഗ്മിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് തീരല്ലേ എന്ന് തോന്നും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അംഗമായിരിക്കുന്ന നസ്രത്ത് ആശ്രമത്തിൻ്റെ സുപ്പീരിയർ സണ്ണിയച്ചനാണ്. അച്ഛൻ എൻ്റെ വൈസ് റെക്ടറും എൻ്റെ പ്രൊഫസറുമൊക്കെ ആയിരുന്നു. സെമിനാറുകളിലെ ഫോർമേഷൻ മേഖലകളിൽ വർഷങ്ങളോളം അച്ഛൻ റെക്ടറായും വൈസ് റെക്ടറായും ഒക്കെ സേവനം ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു. കുട്ടികളായും പഠനവുമായിട്ടും ഒക്കെ ഒത്തിരിയേറെ ബന്ധപ്പെട്ട വ്യക്തിയാണ് സണ്ണിയച്ചൻ. മാത്രവുമല്ല അച്ഛനൊരു മനഃശാസ്ത്രജ്ഞൻ കൂടിയാണ്. അച്ഛനെ ഈ യോഗത്തിലേക്ക് ഞങ്ങളെല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
സിസ്റ്റർ ഡെയ്സ് ജോൺ സേക്രഡ് ഹാർട്ട് പ്രൊവിൻസിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ കൗൺസിലറാണ്. കുട്ടികളുടെ മനഃശാസ്ത്രവും കുട്ടികളെയും ഒക്കെ നന്നായിട്ട് അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ. അങ്കമാലി ഹോളി ഫാമിലി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. കുട്ടികളുമായി വർഷങ്ങളോളം നീണ്ട ബന്ധം ഉള്ള വ്യക്തിയാണ് സിസ്റ്റർ. കുട്ടികളെ അതിയായി സ്നേഹിക്കുന്ന ഒരു അമ്മയാണ്. സിസ്റ്റർ ഡെയ്സ് ജോണിനെ കുട്ടികൾക്ക് ഭയം കൂടാതെ സമീപിക്കാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് നസ്രത്ത് സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിൻസിറ്റയാണ്. 5 വർഷമായിട്ട് ഈ സ്കൂളിൻ്റെ അധ്യാപികയായിട്ടും സിസ്റ്റർ സേവനം ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ 3 വർഷം ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ സ്കൂളിന് വേണ്ടി തൻ്റെ ആരോഗ്യവും സമയവും കഴിവും എല്ലാം ഇവിടെ വ്യയം ചെയ്ത വ്യക്തി കൂടിയാണ്. ഈ സ്കൂളിൻ്റെ മുഖമായി മാറിയ സിസ്റ്റർ റിൻസിറ്റയെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡൻറ്റ്, PTA വൈസ് പ്രസിഡൻറ്റ്, PTA അംഗങ്ങളെല്ലാവരും ഈ സ്കൂളിൻ്റെ ഒരു പ്രധാന ശക്തിയാണ്. പ്രത്യേകമായിട്ട് PTA വൈസ് പ്രസിഡൻറ്റ് ട്രീസ ഇന്ന് നമ്മോട് കൂടിയുണ്ട്. പല പരിപാടികൾക്കിടയിലും തങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് സ്കൂളിൻ്റെ ആവശ്യത്തിനായിട്ട് ഓടിയെത്തുന്ന ഇവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് PTA വൈസ് പ്രസിഡൻറ്റ് ട്രീസയെ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി വേദിയിലിരിക്കുന്ന മുഹമ്മദ് അൽഹാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വാർഷികത്തിൻ്റെ വിജയം നിങ്ങൾ ഓരോരുത്തരുമാണ്. ഒത്തിരി പ്രാക്ടീസ് നൽകി കുട്ടികളെ ഒരുക്കിയ അധ്യാപകർ, അവരുടെ പരിപാടികൾ സ്നേഹത്തോടെ കാണുവാനെടുത്തിരിക്കുന്ന മാതാപിതാക്കന്മാർ, പരിപാടികളുമായിട്ട് നമ്മെ വിസ്മയിക്കാൻ പോകുന്ന കുട്ടികൾ, PTA MPTA അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നല്ലവരായ അയൽക്കാർ, നാട്ടുകാർ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ ആഘോഷ പരിപാടികളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. Thank you, Father, for your warm welcome. Reverend Father Jason Cullen is an sure part of Nazareth LP School. He joined his hands in the journey of Nazareth family. Reverend Father Jason Cullen serves as the Minister Provincial of St. Thomas Province with all respect. I invite Reverend Father Jason Cullen for your presidential address. നമ്മുടെ കുട്ടികളുടെ അടിപൊളിയായിട്ടുള്ള ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ 2 വാക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും മാനേജർ വെച്ച് മലയാളത്തിലാണ് സംസാരിച്ചതെന്നുള്ളതുകൊണ്ട് കുട്ടികൾ ക്ഷമിക്കുക. ഞാനും മലയാളത്തിൽ തന്നെ സംസാരിക്കുകയാണ്. ഇന്നത്തെ ഈ കൾച്ചറൽ ഈവനിങ്ങിൻ്റെ പൊതുസമ്മേളനത്തിൻ്റെ വിശിഷ്ട അതിഥിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ മുണ്ടാടൻ സാർ, ഈ സ്കൂളിൻ്റെ മാനേജറായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട സാജു അച്ച, നസ്രത്ത് ആശ്രമ സുപ്പീരിയർ സണ്ണി അച്ച, ഇവിടെ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യാൻ കടന്നു വരാനിരിക്കുന്ന മിസ് ജസീന്ത ജോസഫ്, സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റെൻസിറ്റ, പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫോർ എഡ്യൂക്കേഷൻ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡെയ്സ് ജോൺ, PTA വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി ട്രീസ റോസ് ജോൺ, സ്കൂൾ ലീഡറായിരിക്കുന്ന മാസ്റ്റർ മുഹമ്മദ് അൽഹാൻ, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, സഹോദരങ്ങളെ, ആദ്യമേ തന്നെ സുവർണ ജൂബിലിയുടെ കടന്നു പോകുന്ന നസ്രത്ത് സ്കൂളിൻ്റെ ഫൗണ്ടറായിരുന്ന യശശരീരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഹൃദയപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്,
ഒരു കച്ചവട സംസ്കാരം ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നന്നായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും പ്രത്യേകിച്ച് ഇക്കണോമിക്കൽ സിറ്റി എന്നറിയപ്പെടാവുന്ന എറണാകുളത്തിന് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിക്കുകയും ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അത്തരത്തിൽ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കും നല്ലതെന്ന ഒരു തെറ്റിദ്ധാരണ ശക്തമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നസ്രത്ത് സ്കൂൾ പോലെയുള്ള പരിമിതികളിലൂടെ കടന്നു പോകുന്ന ഒരു കൊച്ചു സ്കൂളിന് കാര്യമായ ഫീസ് വാങ്ങിക്കാതെ കാര്യമായ ഒരു കച്ചവടത്തിൻ്റെ മനോസ്ഥിതി ഉൾക്കൊള്ളിക്കാതെ പരിമിതികളിലൂടെ ഈ സ്കൂളിനെ മുന്നോട്ട് നയിക്കുന്ന മാനേജർ അച്ഛനും ഹെഡ് മിസ്റ്റർ സിസ്റ്ററിനും മറ്റെല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും രക്ഷിതാക്കളായ നിങ്ങൾക്കും പ്രത്യേകം എൻ്റെ വിനീതമായ കൂപ്പുകയും അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്കൂളിൻ്റെ 50 വർഷം തികഞ്ഞ ഒരു ആഘോഷത്തിലൂടെ ആ വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. അച്ഛനിവിടെ പറഞ്ഞു സ്വാഗതത്തിൽ, അച്ഛന് ബോധ്യമുണ്ട് ഇവിടെ പഠിച്ചു പോയവരാരും അവരുടെ ജീവിതങ്ങൾ പാഴായിപ്പോയിട്ടില്ല. ആ വാക്ക് തന്നെയാണ് അച്ഛൻ ഉപയോഗിച്ചത്. അതിൽ പരം വേറൊരു സർട്ടിഫിക്കറ്റ് സ്കൂളിൽ കിട്ടാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ആയിരങ്ങൾ ഈ സ്കൂളിലൂടെ കഴിഞ്ഞ 50 വർഷങ്ങളിൽ തങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കി കടന്നുപോയി. എത്ര പേർ അവരുടെ ജീവിത ദർശനത്തിന്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് ഈ സ്കൂളിലെ അധ്യാപനവും വിദ്യാഭ്യാസമൊക്കെ വഴി ഊടും പാവും നൽകുവാൻ ലഭിക്കുവാൻ ഇടയായി. എത്ര പേർ അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളിട്ടു ഇന്ന് ഉന്നതമായ നിലവാരത്തിൽ എത്തി നിൽക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അതുകൊണ്ട് ഇപ്പോൾ ഈ സ്കൂളിൽ നയിക്കുന്ന നേതൃത്വ സമൂഹത്തെ മാത്രമല്ല, ഈ അവസരത്തിൽ നമുക്ക് ഈ കഴിഞ്ഞ 50 വർഷങ്ങളിൽ സ്കൂളിനെ നയിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി, അതുപോലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും സംഘടനകൾ, ഇവരെല്ലാം ഈ അവസരത്തിൽ ഇവിടെയുള്ളവരെയും ഇല്ലാത്തവരെയും ഒരുപക്ഷെ മൺമറഞ്ഞു പോയവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥനയോടെ കൃതജ്ഞതയോടെ നല്ലൊരു കൈയടി കൊടുക്കാം അവർക്കെല്ലാവർക്കും. എഡ്യൂക്കേഷനെക്കുറിച്ച്, എഡ്യൂക്കേഷനിൽ ഒരുപക്ഷെ എല്ലാ സ്കൂളുകളും പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളും അഭിമുഖീകരിക്കുന്ന ഒരു വെല്ലുവിളി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അധികം ലോകത്ത് ഏറ്റവും അധികം പ്രശംസിക്കപ്പെടുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫിനിഷ് എഡ്യൂക്കേഷനാണ്. ഫിൻലാൻഡ് എന്ന രാജ്യത്തിൽ കൊടുക്കുന്ന എഡ്യൂക്കേഷനാണ്. അവരുടെ വിദ്യാഭ്യാസം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനിക്കാവുന്ന ന്യൂയോർക്കിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും ലോകത്തിന് മുൻപാകെ തന്നെ കയ്യടി നേടുകയും ചെയ്ത നടരാജ ഗുരുവിൻ്റെ സിസ്റ്റമാണ്. അതിൻ്റെ പ്രത്യേകത ഇതാണ്, വിദ്യാഭ്യാസം സംഭവിക്കുന്നത് ഒരു വൺ വേൾഡ് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, പിന്നെയോ ഒരു ഓൺ വേൾഡ് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയ. വൺ വേൾഡ് സിസ്റ്റം എല്ലാവരും ഒരു മെഷീനിലൂടെ, ഒരു അച്ചിലൂടെ ഇറക്കി വിടുന്നത് കണക്കെ എല്ലാവരും എല്ലാത്തിലും ഒരുപോലെ മികവുറ്റുള്ളവരാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. കണക്കിൽ എല്ലാവരും ഒന്നാമരാകണം, സയൻസിൽ എല്ലാവരും ഒന്നാമരാകണം, ബയോളജിയിൽ എല്ലാവരും, അല്ലെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സ് എല്ലാ വിഷയത്തിലും എല്ലാ സ്റ്റുഡൻസും ഒരുപോലെ ആകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സിസ്റ്റമാണ് വൺ വേൾഡ് സിസ്റ്റം. ഒരൊറ്റ ലോകമാണ് അവിടെ അവർ വിഷ്വലൈസ് ചെയ്യുന്നത്. ഒരൊറ്റ ലോകം. ആ ലോകത്തിൽ വ്യതിയാനങ്ങൾക്കും വ്യത്യസ്തതകൾക്കും വ്യക്തിത്വങ്ങൾക്കും പ്രസക്തി കാര്യമായിട്ടില്ല.
എന്നാൽ ഒരു ഓൺ വേൾഡ് സിസ്റ്റം അത് മുൻപോട്ട് വയ്ക്കുന്നത് ഓൺ വേൾഡ് എന്ന് വെച്ചാൽ OWN, സ്വന്തം ലോകം. ഓരോ വ്യക്തിയിലും ഓരോ സ്റ്റുഡൻറ്റിലും സ്വതസിദ്ധമായിരിക്കുന്ന അവൻ്റെ ലോകം കണ്ടെത്തുവാൻ അവനെ പ്രാപ്തനാക്കുന്നതാണ്. അതൊരു പക്ഷേ മാത്സിൽ ഒരു സ്റ്റുഡൻ്റ് ഒന്നാമനാകണമെന്നില്ല. അവൻ പ്രഗത്ഭനായിരിക്കുന്നത് സയൻസിലായിരിക്കാം, അതല്ലെങ്കിൽ അവൻ പ്രഗത്ഭനായിരിക്കുന്ന ആർട്സിലായിരിക്കാം, സ്പോർട്സിലായിരിക്കാം. അവൻ്റെ അത്തരത്തിൽ അവൻ രാജാവായിരിക്കുന്ന അവൻ്റെ സാധ്യതകളുടെ ലോകത്തെ കണ്ടെത്താൻ സഹായിക്കുന്നതായിരിക്കണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുക. അങ്ങനെ കണ്ടെത്തും തോറും നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ഓരോ സ്റ്റുഡൻറ്റും അവൻ രാജാവായി വാഴുന്ന അവൻ്റെ കഴിവുകളുടെ സാധ്യതകളുടെ വ്യതിരിക്തമായ അതുല്യമായ ലോകം കണ്ടെത്തുവാനും ഈ ലോകത്തെ മാറ്റിമറിക്കുവാൻ ശക്തരായ പ്രതിഭകളായി മാറുവാനും എഡ്യൂക്കേഷൻ വഴി സാധ്യമാകുന്നു. ഒരു കുഞ്ഞുദാഹരണം കൂടെ പറയാം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റു കുട്ടികൾക്കൊപ്പം മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള പേരിന് അപമാനിതനായി ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു സ്റ്റുഡൻറ്റ്. അവൻ പിന്നെ തന്നെത്താൻ പഠിച്ച് 1ാം തരം ഒരു പോളിടെക്നിക് കോളേജിൽ ചേരാനായിട്ട് 15-16 വയസ്സിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അതിലും അവൻ പരാജയപ്പെട്ടു പോയി. അവനോടൊപ്പം പഠിക്കുകയും ഇൻ്റർവ്യൂ ഒക്കെ 1ാം തരമായി പാസ്സാവുകയും ചെയ്ത മിടുക്കരായ ഒത്തിരി സ്റ്റുഡൻസ് അക്കാലത്തുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പേരാരും ഇന്ന് സ്റ്റുഡൻസ് ഓർക്കുന്നില്ല. എന്നാൽ അന്ന് എളിഭനായി പുറത്താക്കപ്പെട്ട് ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടു പോയ ഈ സ്റ്റുഡൻറ്റിൻ്റെ പേര് പഠിച്ചിട്ട് ലോകത്തിലെ ഒരു സ്റ്റുഡൻറ്റും പഠനം പൂർത്തിയാക്കാറുള്ളൂ. മറ്റാരുമല്ല, ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഇതാണ് ഓൺ വേൾഡ് സിസ്റ്റം. ഒരേ അച്ചിലൂടെ ഇറക്കി വിടുന്ന ഒരു ആവർത്തന വിരസതയുള്ള ഒരു സിസ്റ്റമല്ലത്. പ്രിയമുള്ള അധ്യാപകരെ, ഈ സ്കൂളിന് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളുടെ മുൻപിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, ചലഞ്ച് ചെയ്യാനുള്ളത് ഇതാണ്. വളരെയേറെ ഈ ഓൺ വേൾഡ് സിസ്റ്റത്തോട് ചാഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഞാനിവിടെ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലും ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ പിന്നെ പല പ്രധാനപ്പെട്ട നിർണായകമായ നിമിഷങ്ങളൊക്കെ ഇവിടെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഫോർ ഏതെങ്കിലും ചില വിഷയങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതല്ല, മറിച്ച് ഒരു വിശാലമായ ലോകം സ്റ്റുഡൻസിന് മുൻപിൽ തുറന്നു കൊടുക്കുവാൻ നന്നായി പരിശ്രമിക്കുന്ന ഒരു സിസ്റ്റമാണ് നസ്രത്തിൽ. അത് ഈ ഓൺ വേൾഡ് സിസ്റ്റത്തെ കൂടുതൽ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ആയിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. ഓരോ കുട്ടിയിലും ഓരോ പ്രതിഭ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ താരതമ്യം ചെയ്തുകൊണ്ടും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ ഈവൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ 1ാം തരം ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. അവൻ്റെ സാധ്യതകളുടെ കഴിവുകളുടെ ലോകത്തെ തുറന്നു കൊടുക്കുവാൻ പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്ന നമ്മുടെ ഈ സ്കൂളിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുവർണ ജൂബിലിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Father, for your valuable speech. It is indeed an honor to have with us a distinguished personality, Dr. Paul Mundadan, whose contribution to education, banking, and leadership are truly commendable. Dr. Mundadan has played a pivotal role as the former chairman and current vice president of the Federal Institute of Science and Technology (LIT). Now, I invite Dr. Paul Mundadan to the inaugural address. One of the most esteemed tradition of anything gathering of light in the lamp is a timeless symbol of wisdom, knowledge, and the dispelling of darkness. To make the being of this special evening, we now invite to light the ceremonial lamp. I kindly request all the dignitaries comes forward and grace us with their presence for the lamp lighting ceremony.
ഏറെ സ്നേഹാദരവുകളോട് നോക്കിക്കാണുന്ന എൻ്റെ കുടുംബ സുഹൃത്തു കൂടിയായ ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട എസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറായ സിസ്റ്റർ ഡെയ്സ് ജോൺ FCC, റോറൻ ഫാദർ സണ്ണി പള്ളിപ്പാട്ട്, ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക റവറൻ സിസ്റ്റർ റിൻസിറ്റ, ഇവിടുത്തെ PTA വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി ട്രീസ റോസ്, മാസ്റ്റർ മുഹമ്മദ് അൽഖാൻ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപകരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ആലുവയിലെ വൈജ്ഞാനിക മേഖലയ്ക്ക് ഇന്നും കനത്ത സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന നസ്രത്ത് LP സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ ഗാല 2025 ഈ പ്രൗഢഗംഭീരമായ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ ലഭിച്ച അവസരം ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. യശശരീരനായ നമ്മളൊക്കെ എന്നും സ്നേഹത്തോടും ആദരവോടും കൂടി നോക്കിക്കാണുന്ന പ്രിയപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛൻ തുടങ്ങി വെച്ച ഈ സ്ഥാപനം പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് മനസ്സിൻ്റെ എല്ലാ നന്മകളും ചേർത്ത് വെച്ചുകൊണ്ട് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന സകലവിധ കഴിവുകളുടെയും ആത്മീയവും ഭൗതികവും ശാരീരികവും ധാർമ്മികവുമായ എല്ലാ മൂല്യങ്ങളുടെയും വികാസമാണ് ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ ദർശനവും ലക്ഷ്യവും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനിലെ സമ്പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ കാലഘട്ടത്തിൽ അത് വലിയൊരു ജനകീയവൽക്കരണ ശക്തി കൂടിയാണ്. ജന്മം കൊണ്ടോ സാഹചര്യം കൊണ്ടോ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് കുതിക്കാൻ ഒരുവനെ പ്രാപ്തനാക്കുന്ന ഏറ്റവും വലിയ ചാലക ശക്തിയാണ് വിദ്യാഭ്യാസമെന്ന് പറയുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം വികസനമാണ്. അത് വികസനോന്മുഖമായി തുടരുക തന്നെ ചെയ്യണം. ഒരു രാജ്യത്തെ ഏറ്റവും വിലയേറിയ വിഭവം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും, അത് മനുഷ്യരാണ്, മനുഷ്യ വിഭവമാണ്. എങ്ങനെയാണ് മനുഷ്യർ വിലയുള്ള വിഭവമായി മാറുന്നതെന്ന് ചോദിച്ചാൽ അതിന് കാരണം വിദ്യാഭ്യാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോത്താരി കമ്മീഷനും നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയവും ഒക്കെ പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അനുപമമായ മുതൽ മുടക്കാണ് ഇന്നേക്കും നാളേക്കുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഭാവി ഭാരതം ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നതെന്ന്. നമ്മുടെ രാജ്യം ജനാധിപത്യ സോഷ്യലിസം വിഭാവനം ചെയ്യുന്ന ഒന്നാണ്. ജനാധിപത്യം നമ്മുടെ മാർഗവും സോഷ്യലിസം നമ്മുടെ ലക്ഷ്യവുമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അധ്യാപകൻ എന്ന് പറയുന്നൊരു സോഷ്യൽ എഞ്ചിനീയറാണ്. വിദ്യാലയം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നേർച്ഛേദമാണ്. വിദ്യാർത്ഥി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നേരുൽപ്പന്നം അല്ലെങ്കിൽ ഉപോൽപ്പന്നമായി നിലകൊള്ളുന്നതാണ്. ഇങ്ങനെ നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ അധ്യാപകനും വിദ്യാർത്ഥിക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ ഉത്തരവാദിത്വമുള്ളൊരു പ്രക്രിയയായി മാറുകയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആർക്കും കൈയൊഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ പ്രക്രിയ. ഒരു കൂട്ടായ സംഘക്രിയ തന്നെ. ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും കലയെയും ഒക്കെ പരിരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് വിദ്യാഭ്യാസമാണെന്നിരിക്കെ വിദ്യാഭ്യാസം എന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടോടുകൂടി നമ്മുടെ മൗലിക അവകാശത്തിൻ്റെ പട്ടികയിലേക്ക് വരുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ 14 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ അവകാശമായി മാറുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഉറപ്പാക്കുന്നത് നാളേക്കുള്ള പൗരൻ തന്നെയാണ്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസം പോലും നമ്മുടെ അവകാശമായി നമ്മൾ കാണുന്ന സ്ഥിതിവിശേഷമാണ്. ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ ഇരുട്ടിലൊരു നെയ്ത്തിരി കത്തിക്കുന്നതല്ലേ അഭികാമ്യമെന്ന് കണ്ടുകൊണ്ടാണ് നസ്രത്ത് LP സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തി വിദ്യാഭ്യാസത്തിൻ്റെ സനാതനധർമ്മത്തെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനും പ്രതിനിധാനം ചെയ്യുന്നത് ഫിസാറ്റ് എന്നൊരു സ്ഥാപനമാണ്. ഫെഡറൽ ബാങ്കിലെ ഓഫീസർമാർ 2000 പേര് 3000 രൂപ വെച്ച് എടുത്ത് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ബാങ്കിലെ ഓഫീസർമാരുടെ മാത്രമല്ല ജനങ്ങളുടെ കൂടി അംഗീകാരവും പിന്തുണയും അതിനുണ്ടായിരുന്നു. മാത്രമല്ല പണമില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ചിലവേറിയ ഉന്നത വിദ്യാഭ്യാസം പോലും ഒരു പാവപ്പെട്ട കുട്ടിക്ക് പോലും നിഷേധിക്കപ്പെടരുന്നുള്ള ഉത്തമമായ ഞങ്ങളുടെ ബോധ്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പടുത്തുയർത്തിയ ആ സ്ഥാപനം സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ തന്നെ ഒരു പ്രകടമായ രൂപമാണ് ഈ നസ്രത്ത് LP സ്കൂളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ പ്രതിസന്ധികൾ, ഇത്രയൊക്കെ മത്സരാധിഷ്ഠിതമായ വിദ്യാഭ്യാസ രംഗത്തിൽ പോലും
ഇതിനെ കച്ചവടമല്ലാതെ കണ്ടുകൊണ്ട് സേവനത്തിൻ്റെ രീതിയിൽ തന്നെ ഇതിനെ വളർത്തി വലുതാക്കാൻ പ്രതിജ്ഞാബദ്ധമായി ഇടപെടുന്നതിൻ്റെ മാനേജ്മെൻറ്റിനോടും അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിനോടും അധ്യാപികമാരോടുമൊക്കെ നിസ്സംശയം പറയാം, നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട സാജു അച്ഛൻ പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ജെയ്സൺ അച്ഛനും പറഞ്ഞു, ഒരു കുട്ടി പോലും പാഴായിപ്പോയില്ല, എല്ലാം സമൂഹത്തിൻ്റെ കണ്ണൊപ്പാൻ പോകുന്ന രീതിയിലേക്ക് വളർന്നു എന്നുള്ളത്. ഇതിൽ പരം വലിയൊരു, അദ്ദേഹം പറഞ്ഞ വാക്ക് പറയുകയാണ്, ഇതിൽ പരം വലിയൊരു സർട്ടിഫിക്കറ്റ് പോലും നമുക്ക് ആവശ്യമില്ല. നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം അതുതന്നെയാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ ഈ സ്ഥാപനം അതിൻ്റെ ഔന്നത്യത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ഒരുപാട് മാതാപിതാക്കന്മാർ ഇരിപ്പുണ്ട്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാതാപിതാക്കൾ, പിതാവും മാതാവും മക്കളുമൊക്കെ ചേർന്ന കുടുംബത്തിൻ്റെ കൂട്ടിപ്പിടുത്തവും ഊഷ്മളതയും ഒന്നും മാത്രമാണ് നമ്മുടെ മുന്നേക്കുള്ള ഗ്യാരണ്ടി എന്ന് വിശ്വസിക്കുന്നൊരു സമൂഹമാണ് നമ്മുടേത്. പടിഞ്ഞാറിന് അന്യമെന്ന് പറയുന്ന, കിഴക്കിന് സ്വന്തമെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന ഈ കുടുംബത്തിൻ്റെ കൂട്ടായ്മയും കൂട്ടിപ്പിടുത്തവും ഊഷ്മളതയും പരസ്പര ബന്ധവും സ്നേഹവും ഒക്കെ എന്നവസാനിക്കുന്നോ അന്ന് തീരുന്നു നമ്മുടെ മുന്നോട്ടുള്ള ഗ്യാരണ്ടി എന്ന് ഞാൻ പറയും. കുറച്ച് നാളുകളെങ്കിലുമായി കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ സ്ഫോടനാത്മകമായ വിധത്തിലുള്ള പരസ്പര വിശ്വാസക്കുറവും ബന്ധങ്ങളുടെ വികലതയും ഊഷ്മളത ഇല്ലായ്മയും അല്ലെങ്കിൽ ഒറ്റപ്പെടലുകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൊണ്ട് മൊബൈൽ ഫോൺ എന്നുള്ള ഉപകരണം നമ്മുടെ കൈകളിൽ വന്നപ്പോൾ നമ്മളൊക്കെ ഒറ്റ തുരുത്തുകളായി ചിലപ്പോൾ മാറിയിട്ടുണ്ടാകാം. വീട്ടിനകത്ത് പോലും നമ്മൾ ഒറ്റ തുരുത്തുകളാണ്. സാധാരണ നമ്മളൊരു വീടിനെക്കുറിച്ച് പറയുമ്പോൾ ബെഡ്റൂമും അതുപോലെ ശുചിമുറിയും ഒഴികെ ബാക്കിയുള്ളതെല്ലാം പൊതുസ്ഥലങ്ങളാണ് എന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ പൊതുസ്ഥലങ്ങളിൽ പോലും നമ്മൾ അന്യരാക്കപ്പെടുന്ന രീതിയിലേക്ക് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പണ്ട് നമ്മുടെ ഡൈനിങ് റൂമിനുണ്ടായിരുന്ന പ്രാധാന്യം ഇന്ന് ബെഡ്റൂം അല്ലെങ്കിൽ ഡ്രോയിങ് റൂം കൈയടക്കി അവിടെ ആളുകൾ ഒറ്റപ്പെട്ട് ഒരു മൊബൈലിൻ്റെ കീഴിലിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ നമ്മളിരുന്ന് നടത്തിയ കുശലങ്ങൾ, സംഭാഷണങ്ങൾ, ഭക്ഷണം വിളമ്പുന്ന ആ സ്നേഹത്തോടു കൂടിയുള്ള ആ അന്തരീക്ഷം ഇന്ന് വിട്ടുപോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ എന്താണ് അപകടമെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ അപകടമൊന്നുമില്ല. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ അതിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അതിലൊരു ചെറിയ അപകടം പതിയിരിക്കുന്നുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സാങ്കേതിക വിദ്യ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നവരാണ്. അങ്ങ് അകലെ അമേരിക്കയിലും എന്തിന് ചന്ദ്രനിലിരിക്കുന്ന ആൾ പോലുമായി ബന്ധപ്പെടാൻ, അവിടേക്ക് പോകുന്ന ആളുകളെ ബന്ധപ്പെടാൻ പോലും ഇന്ന് സൗകര്യങ്ങളുണ്ട്. നാളെയൊക്കെ നമ്മുടെ വീടുകളിൽ നിങ്ങളൊക്കെ കണ്ട സിനിമയിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നമ്മുടെ വരും. ഒരു റോബോട്ട് നമ്മൾ മേടിച്ച് വയ്ക്കും. നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾ ആ റോബോട്ടിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും. AI എന്ന സാങ്കേതിക വിദ്യ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യും, സംശയമൊന്നുമില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ ദുരുപയോഗം മൂലം നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളും അവിടെ പതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇതിനെയൊക്കെ വിവേകപൂർവ്വം ഉപയോഗിക്കാൻ നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളുമൊക്കെ പരിശീലിക്കേണ്ട ഒരു ആവശ്യകത കൂടി ഞാൻ പറയുന്നത്. രാത്രി 1:30 മണിക്ക് പോലും നമ്മുടെ പെൺകുട്ടികൾ ഉൾപ്പെടെ, ഞാൻ വിവേചനത്തോടുകൂടി പറയുകയല്ല, പക്ഷെ പ്രായോഗിക അർത്ഥത്തിൽ പറയുകയാണ്, നമ്മുടെ പെൺകുട്ടികൾ ഉൾപ്പെടെ രാത്രി 1:30 മണിക്ക് പോലും മൊബൈൽ ഫോണിൽ ആരോടെന്നില്ലാതെ ചിരിച്ച് തിമിർത്ത് ചാറ്റ് ചെയ്യുന്ന ദിവസേന എന്നോണം പോകുന്നുണ്ടെങ്കിൽ അത് ആരോടാണെന്ന് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ അമ്മമാർക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും. അവർ കൈമാറുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ അവർ കൈമാറുന്ന ടെക്സ്റ്റുകൾ, ചിത്രങ്ങളൊക്കെ എന്താണെന്ന് അന്വേഷിക്കാനെങ്കിലുമുള്ള ഒരു കൗതുകപൂർവ്വമുള്ള ഒരു ഉത്തരവാദിത്വമെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ എടുക്കുന്നില്ലെങ്കിൽ അതിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും. 2 ദിവസങ്ങളിൽ പോലും 2 രാത്രികളിൽ പോലും നമ്മുടെ ആൺകുട്ടികളെ വീടുകളിൽ കണ്ടില്ലെങ്കിലും അവൻ്റെ പോക്കറ്റിൽ അമിതമായ പണം കണ്ടാൽ പോലും, അവൻ്റെ ശരീരഭാഷയിൽ അപകടകരമായ ലഹരിയുടെ ലാസ്യം കണ്ടാൽ പോലും, പകലുകളിൽ പോലും അവൻ്റെ കണ്ണുകളിൽ ഉറക്കച്ചടവ് കണ്ടാൽ പോലും എന്താ മോനെ എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം നമ്മുടെ പിതാക്കന്മാർക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വില കൊടുക്കേണ്ടി വരും. വെള്ളിയാഴ്ച കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വീട്ടിലേക്കെന്ന് പറഞ്ഞു പോകുന്ന കുട്ടികൾ, മുതിർന്ന കുട്ടികൾ, അവർ വീട്ടിലേക്കല്ല റിസോർട്ടിലേക്കാണ്, ഹോട്ടലിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മാതാപിതാക്കൾ വൈകിപ്പോയാൽ ഒരുപക്ഷെ നമ്മൾ വില കൊടുക്കേണ്ടി വരും. ഒരു സംശയവുമില്ല. ഞാനും നിങ്ങളും ജീവിക്കുന്നത് മത്സരാധിഷ്ഠിതമായ ഒരു കാലത്താണ്. എന്തിനും ഏതിനും മത്സരമാണ്. നമ്മുടെ കുട്ടികൾ മത്സരിച്ച് ജയിച്ച് ഒന്നാമതാവണം, അവർ നല്ല ജോലി നേടണം, പറ്റുമെങ്കിൽ വിദേശത്ത് പോകണം, പണം സമ്പാദിക്കണം, വീട് വയ്ക്കണം,
സാധാരണമായ ആഗ്രഹങ്ങളും അഭിനിവേശങ്ങളുമാണ്, ഒരു തെറ്റുമില്ല. പക്ഷെ അത് എങ്ങനെയും നേടണമെന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസം. നമ്മുടെ കുട്ടികളൊന്ന് തോൽക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് അത് നേടിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുട്ടികൾ എന്നും ഒന്നാം സ്ഥാനത്താകണമെന്ന് ആഗ്രഹിക്കണം. അത് ഏത് വഴിക്കുമാകണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് നമുക്കും തെറ്റുപറ്റും, കുട്ടിക്കും തെറ്റുപറ്റും, സംശയം വേണ്ട. ഓരോ പരാജയവും വിജയത്തിൻ്റെ പടവുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയെ പാകപ്പെടുത്താൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ അവർ ജീവിതത്തെ നേരിടാൻ പ്രാപ്തരല്ലാതെ പോകും. ജീവിതത്തിന് സുഖവും ദുഃഖവും കറുപ്പും വെളുപ്പുമുണ്ടെന്ന് അവർ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവരുടെ മാതാപിതാക്കളെ അവർക്ക് നഷ്ടപ്പെട്ടാൽ, അവർക്ക് സാമ്പത്തികമായി പരാധീനത നേരിട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പതറിപ്പോകില്ലേ? അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രേമ നൈരാശ്യമൊന്നും സംഭവിച്ചാൽ അവർ ഈ ലോകത്ത് നിന്ന് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ലേ? പ്രേമ നൈരാശ്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള നിരാശകളുണ്ടായാൽ കുട്ടികൾ കടലാസിൽ അല്ലെങ്കിൽ പെട്രോളിനെയും കത്തിയെയും എടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ഒരു തരത്തിലുള്ള അസഹിഷ്ണുത നമ്മൾ കാണുന്നു. ദിവസേന പത്രമാധ്യമങ്ങളിൽ വരുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ ശ്രദ്ധിച്ചാൽ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയുക. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പലതും നമ്മളുടെ മുമ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 16ഉം 18ഉം വയസ്സായ കുട്ടികൾ എന്തിൻ്റെയൊക്കെ പേരിൽ വീട് വിട്ടിറങ്ങിപ്പോയി ഒരു ദിവസം ഹോട്ടൽ മുറിയിൽ താമസിച്ച് ആണും പെണ്ണുമായി ജീവിച്ചു എന്ന് അഹങ്കരിച്ചുകൊണ്ട് ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരുടെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടതിന് ശേഷം കാണാമറയത്തേക്ക് പോകുന്ന വാർത്തകൾ, ചിത്രങ്ങൾ ദയനീയമല്ലേ? എന്തിൻ്റെയൊക്കെ പേരിൽ അപ്പനെയും അമ്മയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മക്കൾ, സംശയത്തിൻ്റെ പേരിൽ ജീവിത പങ്കാളി അവസാനിപ്പിക്കുന്ന ആളുകൾ, ഇവിടെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് വരുന്നത് ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ തന്നെയായിരിക്കും, സംശയം വേണ്ട. കുടുംബത്തിലാണ് ഇതിൻ്റെ തുടക്കമെന്ന് പറയേണ്ടി വരും. സ്നേഹത്തിൻ്റെ ഊഷ്മളതയായ ഒരു അന്തരീക്ഷം അവിടെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ നാളെ അത് മറ്റൊരു തരത്തിൽ പ്രകടിപ്പിക്കുന്നു. അവരാഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ സാമീപ്യവും തലോടലുമൊക്കെ. ഇവിടെ എത്രയോ കുഞ്ഞുങ്ങളിരിക്കുന്നു, എത്രയോ മാതാപിതാക്കളിരിക്കുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മമാർ നിങ്ങളുടെ മൂത്ത മകളെ ഒന്ന് ചേർത്ത് നിർത്തി അവളുടെ കവളിലൊന്ന് ഉമ്മ വെച്ച് നിന്നോടൊപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി കാണും? അതുപോലെ ആൺകുട്ടികൾ അവനെ ചേർത്ത് നിന്നിരി, അവൻ നിൻ്റെ പ്രയാസങ്ങളിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന പിതാക്കന്മാർ എത്ര പേരുണ്ട്? ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നേ ആ സ്നേഹവും പ്രകടനവും തലോടലും ഒക്കെ. അതവർക്ക് അവകാശപ്പെട്ടതല്ലേ. അത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നിടത്തേക്ക് പോകാൻ സ്വാഭാവികമായിട്ട് അവർ ശ്രമിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തിരക്ക് പിടിച്ച ആധുനിക ജീവിതവും വശ്യമാർന്ന നാഗരിക ജീവിതവുമൊക്കെ സാമൂഹ്യ ജീവിതത്തിലും സാമൂഹ്യ ബന്ധത്തിലും വരുത്തിയ വമ്പിച്ച മാറ്റങ്ങൾ കണക്കിലെടുക്കാതെ നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾക്ക് സംഘബോധമില്ല, പൗരബോധമില്ല, ദൈവസ്നേഹമില്ല, കുടുംബസ്നേഹമില്ല, മാതാപിതാക്കളുടെ സ്നേഹമില്ല എന്ന് പരിഭവപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. സംഘവ്യവഹാരത്തിൻ്റെ വലിയ വട്ടത്തിൽ നിന്ന് വൈയക്തിയുടെ ചെറുവട്ടത്തിലേക്കുള്ള മാറ്റമുണ്ടല്ലോ, അത് ആകസ്മികമൊന്നുമല്ല, അനിവാര്യമായ ജീവിത യാഥാർത്ഥ്യമാണ്. ഔപചാരികതയ്ക്ക് വേരൂന്നുകയും സ്വകാര്യതയ്ക്ക് പ്രാധാന്യമേറുകയും സാമൂഹികത പാടെ തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ ഈ പുതിയ തലമുറയുടെ അറുത്ത് മുറിച്ച് കണിശമായ നീക്കങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പഴയ തലമുറയുടെ പരമ്പരാഗതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ, എന്തിന് ഇത്തരത്തിലുള്ള കൂട്ടായ്മയും മാതാപിതാക്കളുടെ ഈ വരവ് പോലും അവരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യവും ബാധ്യതയുമായി തോന്നിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മാറുന്ന ഭൗതിക സാഹചര്യങ്ങളോടുള്ള പുതിയ തലമുറയുടെ സൗകര്യപ്രദമായ താതാത്മ്യപ്പെടലായി മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയൂ. SMS-ഉം ബൈക്കും ഐപോഡും ലാപ്ടോപ്പും ഒക്കെ അവരുടെ പുത്തൻ ജീവിത ശൈലികളാകുമ്പോൾ, ഫേസ്ബുക്കും ട്വിറ്ററും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അവരുടെ സംഗമവേദികളാകുമ്പോൾ അവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കാലത്തിനൊത്ത മാതാപിതാക്കളായി തീരില്ല. അവർ നമ്മളെ വേണ്ടാത്ത ഘടകങ്ങളായി മാറ്റി നിർത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവരുടെ സ്വപ്നങ്ങളിൽ പോലും നമ്മളെ കാണില്ല എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. അവർ ജീവിക്കുന്ന സൈബർ ലോകത്താണെങ്കിൽ അവിടെയുള്ള പിതാക്കന്മാരായിരിക്കും, അവിടെയുള്ള സ്പോൺസർമാരായിരിക്കും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ അവരോട് ഇടപഴകാനും അവരോടൊപ്പം ചേർന്നുകൊണ്ട് സാങ്കേതിക വിദ്യയെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വളർച്ചയ്ക്കും വേണ്ടി മാനസിക ഉല്ലാസത്തിനും ധാർമ്മിക മൂല്യങ്ങളുടെ വളർച്ചയ്ക്കുമായി അതിനെ പര്യാപ്തമാക്കുന്നതിനുമൊക്കെയാണ് നമ്മൾ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കടമയെന്ന് ഞാൻ പറയും. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യന് സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. അവൻ ഒറ്റ തുരുത്തായി നിൽക്കാൻ സാധിക്കില്ല. നിങ്ങളിരിക്കുന്ന കസേര പോലും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ നടന്നു വന്ന വഴി പോലും ജനങ്ങൾ കാശ് കൊടുത്ത് നികുതി കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം തന്നെ മറ്റൊരുത്തൻ്റേതായിരിക്കാം. നമ്മൾ ശ്വസിക്കുന്ന വായു പോലും പ്രകൃതിയുടെ ദാനമാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം പോലും
നമ്മുടെ ജീവൻ പോലും ഒരു ആപ്ലിക്കേഷൻ പോലും കൊടുക്കാതെ ദാനധർമ്മമായി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണെന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സമസൃഷ്ടങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളാരും റോബിൻസൺ ക്രൂസോ പോലെയല്ല. റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ഒരു കപ്പലപകടത്തിൽപ്പെട്ട് ദ്വീപിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ടായി. തനിക്ക് വേണ്ട സാധനങ്ങൾ താൻ തന്നെ ഉൽപ്പാദിപ്പിച്ച് താൻ തന്നെ ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. ഇന്ന് ലോകത്ത് അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. ഒരു സാമ്പത്തിക വ്യവസ്ഥയുമില്ല, സാമൂഹ്യ വ്യവസ്ഥയുമില്ല. പരസ്പര ബന്ധിതമായൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന ബോധ്യത്തോടു കൂടി തമ്മിലിടപെട്ടുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങൾ എൻ്റേതു കൂടിയാണെന്ന് കാണുന്നൊരു തലമുറയായി വളർന്നു വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്താണ്. ലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന ഒരു രാജ്യമാണ്. ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ കുടിവെള്ളമില്ലാത്തൊരു രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുക. സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് ഇത്രയും നാളായിട്ടും ഇന്ത്യയിൽ എത്ര പട്ടണങ്ങളിൽ ഈ സമയത്ത് സ്ത്രീക്കും കുഞ്ഞിനും സുരക്ഷിതമായി പോകാൻ സാധിക്കും? സൗമ്യമാരുടെയും നിർഭയമാരുടെയും ജിഷമാരുടെയും നിലവിളികൾ നമ്മളെ കർണപുടങ്ങളിൽ നിന്ന് പോയിട്ടില്ലല്ലോ. എന്തു പറ്റി നമ്മുടെ യുവാക്കൾക്ക് ഇങ്ങനെ നരാധന്മാരാകാനെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും. കുറച്ച് നാളുകൾക്ക് മുൻപ് മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് പ്രകാരമായിരുന്നു, വളരാൻ എനിക്ക് പേടിയാകുന്നു അമ്മയെന്നും. ഇവിടെ ആലുവായിലെ പിഞ്ചു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ നിലവിളി പോലെയുള്ള രോദനമാണ് ഇതെങ്കിൽ സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതല്ലേ? നമ്മുടെ പ്രതികരണശേഷി പോലും, സ്ത്രീകളുടെ പോലും പ്രതികരണശേഷി ഒരു തരത്തിലും ഉയരാത്ത സാഹചര്യങ്ങളില്ലേ? ഭൂമിദേവി നിൻ്റെ വാപിളർന്നെന്നെ ചവിട്ടിത്താഴ്ത്തണമെന്ന് പറയാനുള്ള നിരാലംബയായ ഒരു സ്ത്രീയുടെ വിലാപം പോലെയെങ്കിലും പുറത്തു പറയാനുള്ളൊരു ധൈര്യം നമ്മുടെ സ്ത്രീകൾ പ്രകടിപ്പിക്കാത്ത വരുന്നു. ഇപ്പോഴൊക്കെ കാലം മാറി വരുന്നു, കുറേയൊക്കെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പ് ഒരുപാട് സ്നേഹസന്നദ്ധർ, ത്യാഗസന്നദ്ധർ കടന്നു പോയിട്ടുണ്ട്. അവരവരുടെ ബാല്യവും കൗമാരവും നമുക്ക് വേണ്ടി നൽകുകയായിരുന്നു. അവരവരുടെ ഇന്നലെകൾ നമ്മുടെ ഇന്നുകൾക്ക് വേണ്ടി നൽകുകയായിരുന്നു. എൻ്റെ ഹൃദയമേ, നീ എനിക്കെതിരൊരു സാക്ഷിയായി ഉയരാതിരിക്കണമേ എന്ന് പറയാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ നിന്നുണ്ടാകണം. എൻ്റെ രാജ്യമേ, നിനക്ക് വേണ്ടി ഹോമിക്കാൻ എനിക്കൊരു ജീവിതം കൂടി ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്ന രാജ്യസ്നേഹമുള്ള കുട്ടികൾ ഈ മണ്ണിൽ നിന്നുണ്ടാകണം. അഴിമതി ആഭരണമായി കൊണ്ടു നടക്കുന്നൊരു സമൂഹത്തിൽ പാതകങ്ങൾ മഴ പെയ്യുമ്പോൾ മാനുഷാദ മന്ത്രത്തിൻ്റെ പൊരുളേറ്റുവാങ്ങിക്കൊണ്ട് അരുത് കാട്ടാള എന്ന് പറയാൻ കെൽപ്പുള്ള യുവാക്കൾ ഈ നസ്രത്ത് LPU സ്കൂളിൻ്റെ മണ്ണിൽ നിന്നുണ്ടാകണം. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആർജവം കാണിച്ച നീതിബോധമുള്ള കുഞ്ഞുങ്ങളുടെ ആ ആർജവം ഉൾക്കൊള്ളുന്ന യുവാക്കൾ ഈ മണ്ണിൽ നിന്നുണ്ടാകണം. സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് വലിച്ചിഴയപ്പെട്ടവർ, നിശബ്ദരാക്കപ്പെട്ടവർ, അടയാളപ്പെടുത്താത്ത ഭാഷണങ്ങൾ, ഇവരുടെ പക്ഷം വെക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വിദ്യാഭ്യാസം എന്ന സനാതനധർമ്മം മാനവികതയുടെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ ഉദാത്തമായ മാതൃകയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ മതേതര സംഘങ്ങൾക്ക് അനുസൃതമായി ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ പരിധിയും പരമാവധിയും ഉത്തമമായി ബോധ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിലെ ബുദ്ധിജീവികളടക്കം ഒറ്റക്കെട്ടായി നിന്ന് നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട സമയം കൂടിയാണ്. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. എന്തൊക്കെ തന്നെയായാലും വിദേശത്തേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. പക്ഷേ ഈ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ പണ്ട് നൽകിയ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി ഈ മണ്ണിൽ തന്നെ തിരികെ നൽകാൻ, ഈ മനുഷ്യരോടൊപ്പം നിന്ന് അവരുടെ പ്രയാസങ്ങളോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വികസനത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി യത്നിക്കുന്ന ഒരു തലമുറയാകുന്ന ശ്രേഷ്ഠകരമല്ലേ എന്ന് പുതിയ തലമുറ ചിന്തിക്കേണ്ട സമയം കൂടിയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരാണ്, അധ്യാപകരാണ്, ആത്മീയ നേതാക്കന്മാരാണ്, രാഷ്ട്ര ഭരണതന്ത്രജ്ഞന്മാരാണ്, ഒരുപാട് കണ്ടുപിടുത്തക്കാർ. ഇതെല്ലാം നിങ്ങളിലുണ്ട്. ഈ നാടിനെ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്കേ അത് സാധിക്കൂ. ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ ഏൽപ്പിച്ച ഈ മണ്ണിനെ, ഈ രാജ്യത്തെ ഒരു പടി കൂടി മുന്നിലാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ അതിനെ 10 മടങ്ങാക്കി അടുത്ത തലമുറയ്ക്ക് മാറ്റാൻ, പ്രകൃതിയെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിജയം നിങ്ങളുടേത് മാത്രമായിരിക്കും. അതിനായി യത്നിക്കുക, മുന്നോട്ട് പോവുക. നമ്മുടെ കൈമോശം വരുന്ന ചില നന്മകൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പണ്ട് ഈ സമയത്ത് ഇവിടെ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ അല്ലെങ്കിൽ കറിക്കൂട്ടി വെച്ചിരുന്ന അമ്മമാരുണ്ടായിരുന്നു. ആരെങ്കിലും വൈകുന്നേരം നമ്മുടെ വീടുകളിൽ ഉപ്പില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലേക്ക് ഉപ്പ് ചോദിച്ച് അത് മുസൽമാൻ്റെയോ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ആണെന്നറിഞ്ഞിട്ടല്ല, അവിടെ നിന്ന് കിട്ടുന്ന ഉപ്പെടുത്ത് കറി വയ്ക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കിയ അമ്മമാർ നമുക്കുണ്ടായിരുന്നു. പാതിരാത്രിയിൽ വഴി ചോദിച്ച് വരുന്ന ആളെ അങ്ങകലെ ചൂട്ടും കത്തിച്ചെത്തിക്കുന്ന പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു.
പക്ഷേ ഇന്ന് അതൊക്കെ കൈമോശം വരികയോ ഏതെങ്കിലും തരത്തിൽ മറന്നു പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു. വഴിയരികിൽ അപകടപ്പെട്ട് കിടക്കുന്നവൻ്റെ അടുത്ത് ചെന്ന് മൊബൈലിൽ ഫോട്ടോയെടുത്ത് ലൈക്ക് നേടുന്ന ഒരു തലമുറയായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആത്മപരിശോധന വിധേയമാകണം. നമ്മുടെ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, മാനുഷികതയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഘട്ടം കൂടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവയെ, ദയാലുവും കൊലപാതകയും മതിസമർത്ഥനും മഹാബുദ്ധിയും അധ്വാനശീലനും കുഴിമടിയനുമൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഒരു ചരടിൽ കോർത്ത തോരണം പോലെ, മഴവില്ലിൻ്റെ സപ്തവർണ്ണങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആലുവ പ്രദേശത്തെങ്കിലും ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ ആ മാനസികാവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്കും നമ്മുടെ അധ്യാപകർക്കും കഴിയുമെങ്കിൽ നമ്മുടെ ദൗത്യം നമ്മൾ പൂർണ്ണമായി നിർവഹിച്ചു എന്ന് പറയാം. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും കൂടാതെ ഈ മണ്ണിൽ നാലാമതല്ലെങ്കിൽ അഞ്ചാമതൊരാൾ ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ പ്രശ്നങ്ങൾ എൻ്റേതു കൂടിയാണെന്ന് മനസ്സിലാക്കുന്നൊരു തലമുറയെ വളർത്താൻ നമുക്കെല്ലാവർക്കും കൂടി കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സ്കൂളിന് എല്ലാവിധത്തിലുള്ള വിജയങ്ങളും നേർന്നുകൊണ്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നാൽ കഴിയുന്ന എൻ്റെ സ്ഥാപനത്താൽ കഴിയുന്ന എല്ലാവിധത്തിലുള്ള പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും, അധ്യാപകർക്കും, വിദ്യാർത്ഥികൾക്കും, സിസ്റ്റേഴ്സിനും ഇതിൻ്റെ മാനേജ്മെൻറ്റിനും വൈകിയാണെങ്കിലും നവവത്സരത്തിൻ്റെ സോജ്വലമായ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your inspiring speech. Now, I request our school manager, Reverend Father Saju Cherkal, to give the memento of our chief guest, Dr. Pal Mundadan. A report is a record of cherished memories of the past and beacon of hope for the future. It captures beautiful moments and significant events that shape our journey. As we reflect on these treasured memories, let us move forward together with pride and gratitude. Our beloved teachers are here to present the annual day report of Nazrat LP School for the academic year 2024 and 25. Good evening, our school family. Gala 2K25. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും വിദ്യാർത്ഥികളിലേക്കും അതെ, പുതിയ ജനതയ്ക്ക് വെളിച്ചം വീശുവാൻ പടുത്തുയർത്തിയ ഈ വിദ്യാക്ഷേത്രം സുവർണ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോകുകയാണ്. തിരുക്കുടുംബത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി 50 വർഷത്തെ സേവന പാരമ്പര്യത്തിൽ പദമൂന്നി ആലുവ പട്ടണത്തിൽ അഭിമാനത്തിന്റെ തിലകക്കുറിയായി പ്രശോഭിക്കുന്ന നസ്രത്ത് LP സ്കൂളിന്റെ 2024-2025 വാർഷിക റിപ്പോർട്ട്. ഓരോ വിദ്യാലയവും ഓരോ കുട്ടിയുടെയും ശാരീരികവും മാനസികവും ആത്മീയവുമായ വികസനത്തിൽ ഊന്നൽ നൽകുന്നതോടൊപ്പം കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്ന വളർച്ചയുടെ പൂർത്തീകരണത്തിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമ്പാദ്യമാണ്. വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കാൻ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആലുവയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾക്കൊപ്പം സത്യം, ധർമ്മം, നീതി, സാഹോദര്യം തുടങ്ങിയ മഹത്തായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിനു വേണ്ടി വളരെയധികം ദീർഘവീക്ഷണത്തോടെ ഈ സരസ്വതി ക്ഷേത്രത്തിന് രൂപം നൽകി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛന്റെ ത്യാഗപൂർണമായ സേവനവും വിശാല ഹൃദയവും നന്ദിയോടെ സ്മരിക്കുന്നു. കൂടാതെ ഈ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ ഉപകാരികൾക്കും നന്ദി പറയുന്നു. പ്രവേശനോത്സവം വലിയ ലോകത്തേക്ക് കുരുന്നു കാൽവെപ്പുകൾ. അറിവിന്റെ ആദ്യാക്ഷരത്തിലേക്ക് ചുവടുവെച്ച കുരുന്നുകൾക്ക് വർണ്ണാഭമായി സ്വീകരണം ഒരുക്കിക്കൊണ്ട് 2024-25 അധ്യയന വർഷം പ്രവേശനോത്സവത്തോടെ ജൂൺ 3 ആരംഭിച്ചു. തുടർന്ന് ബഹുമാനപ്പെട്ട സൈമൺ അച്ഛനോടൊപ്പം ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ സാജു ചിറയ്ക്കൽ, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഇൻസിറ്റ, PTA പ്രസിഡന്റ് ശ്രീ സനീഷ് കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ അധ്യയന വർഷ പ്രവർത്തനങ്ങൾക്ക് ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അന്നേ ദിവസം നടത്തിയ സർവമത പ്രാർത്ഥന മതസൗഹാർദ്ദത്തിന് ഉത്തമ മാതൃകയായി. സ്കൂൾ വെഞ്ചിരിപ്പ്.
പുതിയ അധ്യയനത്തിന് ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ സാജു ചിറക്കലിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വെഞ്ചിരിപ്പ് നടത്തി. വ്യക്തിത്വ വികസന സെമിനാർ ഓരോ കുട്ടിയുടെയും വളർച്ചയിലും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും തുല്യ പങ്കാളിത്തം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട സൈമൺ അച്ഛന്റെ നേതൃത്വത്തിൽ വ്യക്തിത്വ വികസന സെമിനാർ നടത്തി. ഈ സെമിനാർ വളരെ ഉപകാരപ്രദവും വിജ്ഞാനപ്രദവുമായിരുന്നു. PTA ആൻഡ് MBTA പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ 2024-25 അധ്യയന വർഷത്തിലെ PTA രൂപീകരിച്ചു. PTA പ്രസിഡന്റായി ഈ അധ്യയനത്തിലും ശ്രീ സനീഷ് കളപ്പുരയ്ക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി ശ്രീമതി ട്രീസ ഷിജോയെയും തിരഞ്ഞെടുത്തു. ഇനി പ്രധാനപ്പെട്ട ദിനാചരണങ്ങളും മറ്റു വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതിനായി ടെസി ടീച്ചർ, ഷിജി ടീച്ചർ, സിസ്റ്റർ ജീവ റോസ് എന്നിവർ നമ്മോടൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ടെസി ടീച്ചർ. ഗുഡ് ഈവനിങ് ജസിന്ത മിസ്. ദിനാചരണങ്ങൾ. ഹരിതസമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ എങ്ങനെ മനോഹരമാക്കാമെന്നും പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയും ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻ ഫാദർ സാജു ചിറക്കൽ, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഇൻസിറ്റ, അധ്യാപകർ എന്നിവർ കുട്ടികളോടൊപ്പം ഒന്നുചേർന്ന് വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. കൂടാതെ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീമതി ഷിജി ടീച്ചർ ക്ലാസ് എടുക്കുകയും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ മൂകാഭിനയം, റാലി എന്നിവയും നടത്തി പരിസ്ഥിതി ദിനം മനോഹരമാക്കി. വായനാ ദിനം. വാക്കുകളിലൂടെ ദൃശ്യവിജ്ഞാനം നൽകുന്ന പ്രതിഭാസമാണ് വായന. പുസ്തകങ്ങൾ ശാന്തരും എന്നും കൂടെ നിൽക്കുന്നതുമായ നല്ല സുഹൃത്തുക്കളുമാണ്. എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന ബുദ്ധിയുള്ള ഉപദേശകരും. ജൂൺ 19 മുതൽ 25 വരെ വായനാവാരമായി ആഘോഷിച്ചു. പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം, എന്റെ പുസ്തകം തയ്യാറാക്കൽ, വിവിധ ഭാഷകളിലെ വായന എന്നിവയിലൂടെ വായനാ ദിനം വളരെ മനോഹരമായ രീതിയിൽ ഭാഷാധ്യാപിക സിസ്റ്റർ ഷാൽബിയുടെ നേതൃത്വത്തിൽ നടത്തി. സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷുകാരുടെ കൊടിയ പീഡനങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ത്യാഗങ്ങളുടെയും പോരാട്ടത്തിന്റെയും ഓർമ്മ കൂടിയാണ് സ്വാതന്ത്ര്യദിനം. അന്നേ ദിവസം സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട സാജു ചിറക്കൽ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. കൂടാതെ ശ്രീമതി സന്ധ്യ ടീച്ചർ, കുമാരി ക്ലാര നെൽസൺ എന്നിവർ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മധുരം വിതരണം നടത്തി. അധ്യാപക ദിനാചരണം. അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന അധ്യാപകരെ സ്മരിക്കാൻ ഒരു ദിനം. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അകക്കണ്ണ് തുറപ്പിക്കുന്ന ചൈതന്യമാണ് ഗുരു. സെപ്റ്റംബർ 5-ാം തീയതി ലളിതവും എന്നാൽ പ്രൗഢവുമായ ചടങ്ങിൽ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ അധ്യാപകരുടെ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുകയും അധ്യാപകർക്ക് ആശംസകൾ നേർന്ന് ആദരിക്കുകയും ചെയ്തു. ഓണാഘോഷം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമാണ് ഓണം. അധ്യാപകർ, കുട്ടികൾ, മാതാപിതാക്കന്മാർ എന്നിവർ ഒത്തൊരുമിച്ച് ഓണാഘോഷം മത്സരങ്ങൾ നടത്തിയും കുട്ടികളുടെ കലാപരിപാടികൾ നടത്തിയും അത്തപ്പൂക്കളമിട്ടും ആഘോഷിച്ചു. ആക്ഷൻ ഫോഴ്സ് അംഗങ്ങളായ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, ഡോക്ടർ ഹൈദർ അലി എന്നിവരുടെ സഹകരണത്തോടെ ഓണസദ്യ നൽകുകയും ചെയ്തു. അധ്യാപക വിദ്യാർത്ഥി സംഗമം. സുവർണ ജൂബിലിയുടെ ഭാഗമായ സ്കൂളിൽ മുൻപ് സേവനമനുഷ്ഠിച്ച സ്കൂൾ മാനേജർമാർ, പ്രധാന അധ്യാപികമാർ, അധ്യാപകർ, PTA പ്രസിഡന്റുമാർ, നോൺ ടീച്ചേഴ്സ് സ്റ്റാഫ് കൂടാതെ ഇവിടെ പഠിപ്പിച്ചിറങ്ങിയ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ച് അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി. കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയോടെ മനോഹരമായി തീർന്നു ഈ സംഗമം. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അധ്യാപകരെ കാണുവാനും സ്നേഹസംഭാഷണം നടത്തുന്നതിനും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള സുവർണ അവസരമായിരുന്നു ഇത്. അതുപോലെ തന്നെ അധ്യാപകർക്കും സഹപ്രവർത്തകരെ കാണുവാനും തങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ കാണാൻ സാധിച്ചതും ഈ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന് മാറ്റുകൂട്ടി. ജൂബിലി ആഘോഷങ്ങളുടെ സംഘാടകരായി പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ കമ്മിറ്റി രൂപീകരിച്ചു. പെയിന്റിംഗ് കോമ്പറ്റീഷൻ. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ച് സ്കൂളിൽ വെച്ച് പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടത്തുകയും അതിൽ വിജയികളായവർക്കൊക്കെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ ലോയ്മോൻ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുകയും ചെയ്തു. അക്കാദമിക് വിജയങ്ങൾ. മലയാള ഭാഷയ്ക്ക് A ഗ്രേഡ് കരസ്ഥമാക്കിയ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി വേദിക സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ കുഞ്ഞുണ്ണി പുരസ്കാരത്തിന് ഈ വർഷം 8 കുട്ടികൾ അർഹരായിത്തീർന്നു. കലോത്സവം.
കുട്ടികളിലെ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘടകമാണ്. ഈ വർഷത്തെ പ്രവൃത്തി പരിചയ മേളയിൽ കുട്ടികൾ പങ്കെടുക്കുകയും അതിൽ 8 A ഗ്രേഡും 2 B ഗ്രേഡും കരസ്ഥമാക്കുകയും ചെയ്തു. ഉപജില്ല കലോത്സവത്തിൽ ഇംഗ്ലീഷ് റെസിറ്റേഷനിൽ ജസ്റ്റീനയ്ക്ക് ഫസ്റ്റ് A ഗ്രേഡ് കൂടാതെ 7 A ഗ്രേഡും 4 B ഗ്രേഡും കുട്ടികൾ കരസ്ഥമാക്കി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അഭിനന്ദനം അറിയിക്കുന്നു. യോഗ, ഡാൻസ്, സ്പോക്കൺ ഇംഗ്ലീഷ്. കരുത്തറ്റ ശരീരത്തിലെ കരുത്തറ്റ മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം. ആഴ്ചയിൽ ഒരു ദിവസം ശ്രീ മോഹൻ സാറിൻ്റെ നേതൃത്വത്തിൽ യോഗ ക്ലാസ്സും ബഹുമാനപ്പെട്ട മാനേജർ സാജു അച്ഛൻ്റെ നേതൃത്വത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും ഡാൻസ് ക്ലാസ്സുകളും നടത്തപ്പെടുന്നു. വിനോദം. വിജ്ഞാനത്തോടൊപ്പം വിനോദം ലഭിക്കുന്നതിനായി നടത്തിയ കുട്ടികളുടെ വിനോദയാത്രയും സ്റ്റാഫ് ടൂറും ഒത്തിരി സന്തോഷവും മാനസിക ഉല്ലാസവും ലഭിക്കുന്നതിന് സഹായകമായി. സ്പോർട്സ്. ജനുവരി 31 സ്പോർട്സ് ഡേ നടത്തി. അന്ന് 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മാർച്ച് ഫാസ്റ്റ്, ഡിസ്പ്ലേ എന്നിവയിലും അതോടൊപ്പം തന്നെ മറ്റു കായിക ഇനങ്ങളിലും കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനാർഹരാകുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന ഗ്രൂപ്പിന് PTA ആൻഡ് MPTA അംഗങ്ങൾ എവറോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്തു. പരിശീലിപ്പിച്ച അധ്യാപകർക്കും പങ്കെടുത്ത കുട്ടികൾക്കും നന്ദി അറിയിക്കുന്നു. സ്പോൺസർ: ഫ്രണ്ട്ഷിപ്പ് ഹൗസ്, ധർമ്മദീപ്തി, രാജഗിരി, ആഷൻ ഫോഴ്സ് അംഗങ്ങൾ, നസ്രത്ത് ട്രഷേഴ്സ്, അഡ്വക്കേറ്റ് ജെയിംസ് കല്ലുംകുളം. സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ വ്യക്തികൾക്കും അവരെ നന്ദിയോടെ ഓർക്കുന്നു. വൃദ്ധദിനാചരണം. ഒക്ടോബർ 1 വൃദ്ധദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികളുടെ ഗ്രാൻഡ് പാരൻസിനെ ക്ഷണിച്ച് കുട്ടികളുടെ കലാപരിപാടികളോടുകൂടി വൃദ്ധദിനം ആചരിച്ചു. അതോടൊപ്പം തന്നെ ഗ്രാൻഡ് പാരൻസിന് മത്സരങ്ങൾ നടത്തി വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ സ്നേഹോപകാരവും സ്നേഹവിരുന്നും നൽകി അവരെ ആദരിച്ചു. തങ്ങളുടെ കൊച്ചുമക്കളോടുള്ള കരുതലും സ്നേഹവും പ്രതിഫലിക്കുന്ന നിമിഷമായിരുന്നു ഇത്. ക്രിസ്തുമസ്. സമാധാനത്തിൻ്റെ സന്ദേശവുമായി കടന്നുവന്ന ഉണ്ണിയേശുവിൻ്റെ പിറവിത്തിരുന്നാളിനോടനുബന്ധിച്ച് ഡിസംബർ 20 സ്കൂളിൽ പുൽക്കൂട് നിർമ്മിക്കുകയും പ്രൊവിൻഷ്യൽ ട്രഷറർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷാൻഡോ ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടത്തിയും കേക്ക് മുറിച്ചും ക്രിസ്തുമസ് ആഘോഷിച്ചു. ബർത്ത്ഡേ ഫീസ്റ്റ് ആഘോഷങ്ങൾ. സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട സാജു ചെറുക്കലിൻ്റെ ജന്മദിനവും ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിൻസിറ്റയുടെ ഫീസ്റ്റും അധ്യാപകരുടെയും കുട്ടികളുടെയും ജന്മദിനവും ആഘോഷിച്ചു. ഡ്രൈ ഡേ. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും മാലിന്യങ്ങൾ അതിൻ്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ്. സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നസ്രത്ത് LP സ്കൂളും പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റലും കൂടി ചേർന്ന് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. താങ്ക് യു ഡിയർ ടീച്ചേഴ്സ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് കിട്ടിയ ഓരോ നിമിഷവും അത്രയേറെ മൂല്യമുള്ളതായിരുന്നു. അതിന് സഹകരിച്ച ഏവരെയും നന്ദിയോടെ ഓർക്കേണ്ട നിമിഷങ്ങളാണിനി. ആദ്യം തന്നെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. എല്ലാ തലമുറകളുടെയും ഉന്നമനത്തിന് അത്യന്താപേക്ഷിതമായ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം എന്ന ആശയം നസ്രത്ത് എന്ന സ്ഥാപനത്തിലൂടെ പ്രാവർത്തികമാക്കിയ ബഹുമാനപ്പെട്ട ഇഗ്നീഷ്യസ് അച്ഛനോടും മാനേജർമാരായി സേവനമനുഷ്ഠിച്ച വൈദികരോടും പ്രധാന അധ്യാപകരായി സേവനമനുഷ്ഠിച്ച സിസ്റ്റേഴ്സിനോടും എല്ലാ അധ്യാപകരോടും കൂടാതെ ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ എന്ന നസ്രത്ത് സ്കൂളിൻ്റെ ഈ ആശയത്തെ എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ മാനേജർ റെവറൻ ഫാദർ സാജു ചിറക്കൽ, ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ ഇൻസിറ്റ എന്നിവരുടെ സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. സാമ്പത്തിക പിന്നോക്കാവസ്ഥ വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമാകരുത് എന്നുള്ള നല്ല സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് പുതുതലമുറയെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന സ്പോൺസർമാരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ സ്കൂളിൻ്റെ എല്ലാ നല്ല ആശയങ്ങളോടും ഏകമനസ്സോടെ ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കുന്ന മാതാപിതാക്കന്മാർക്കും പ്രദേശവാസികൾക്കും നന്ദി അറിയിക്കുന്നു.
നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വാർഷികാഘോഷത്തിൻ്റെ സന്തോഷങ്ങൾ നേർന്നുകൊണ്ടും നിങ്ങളുടെ അംഗീകാരത്തിനായി ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. Thank you, teachers. Music is a moral law. It gives soul to the universe, wings to the mind, and flight to the imagination. Here come our LKG student to present the beautiful action song.
Reverend Sister Daisy John, Education and Counselor of FCC. She is a person who is loving and caring. Not only that, she is even ready to appreciate and support us. Welcome, Sister, for the felicitation. അതിമനോഹരമായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സെയിൻറ് തോമസ് കപ്പൂച്ചിൻ പ്രോവിൻസ് മിനിസ്റ്റർ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ജെയ്സൺ അച്ച, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഫിസാറ്റ് മുൻ ചെയർമാനും ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റുമായ ഡോക്ടർ പോൾ മുണ്ടാടൻ, ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ റിൻസിറ്റ, സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട സാജു അച്ച, നസ്രത്ത് ആശ്രമം ഗാർഡിയൻ ബഹുമാനപ്പെട്ട സണ്ണി അച്ച, PTA വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി ട്രീസ റോസ്, സ്കൂൾ ലീഡർ മാസ്റ്റർ മുഹമ്മദ് അൽഹാൻ, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഈ വേദിയുടെ മുഴുവൻ കരുത്തായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നലെ ചരിത്രമായി നാളെ നിഗൂഢമാണ്. ഈ ഒരു ദിവസം അതൊരു സമ്മാനമാണ്. ബഹുമാനപ്പെട്ട സാജു അച്ഛൻ്റെ സരസമായ സ്വാഗത വാക്കുകളും പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ പാണ്ഡിത്യം നിറഞ്ഞ വാചകങ്ങളും പോൾ സാറിൻ്റെ വിജ്ഞാനോദ്ദീപകമായ ചിന്താശകലങ്ങളും ഉത്സാഹശീലരായ കുട്ടികളുടെയും മികവാർന്ന പ്രകടനങ്ങളെല്ലാം റിപ്പോർട്ടിലൂടെയും മറ്റും കണ്ട് ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് തോന്നുന്നു സദസ്സ് ഏതാണ്ട് ഇപ്പോൾ നിറഞ്ഞ മട്ടിലായി. ഇനി എന്താണ് ആശംസ വാക്കുകളായി പറയുക എന്നാണ് ഞാൻ ചിന്തിക്കുക. നസ്രത്ത് LP സ്കൂളിൻ്റെ 50ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ സംഗമത്തിൻ്റെ ആശംസ വാക്കുകളുടെ എല്ലാം പൊൻതിളക്കം ഈ കുഞ്ഞു വിദ്യാലയത്തിൻ്റെ ഓരോ കണികയിലും അലയടിക്കുമ്പോൾ ഗാല 2K25 എല്ലാവിധ മംഗളങ്ങളും ഈ ദിനത്തിൻ്റെ എല്ലാ നന്മയും വിശുദ്ധിയും എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം ഒരിക്കൽ ആഫ്രിക്കയിലെ മുൻ പ്രസിഡൻ്റായിരുന്ന നെൽസൺ മണ്ടേലയെ സന്ദർശിക്കുകയുണ്ടായി. ആ അവസരത്തിൽ APJ അബ്ദുൽ കലാം നെൽസൺ മണ്ടേലയോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളൊരു മഹാത്മാവിനെ അയച്ചിരുന്നു. 23 വർഷം അദ്ദേഹം അവിടെ സേവനം ചെയ്തു. ഇത് കേട്ടിരുന്ന നെൽസൺ മണ്ടേലെ ശാന്തനായി അല്പസമയം കഴിഞ്ഞതിന് ശേഷം പ്രതികരിച്ചു, യൂസിൻ്റെ ബാരിസ്റ്റർ, വി റിട്ടേൺ ടു എ മഹാത്മാ. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു വക്കീലിനെ അയച്ചു, ഞങ്ങൾ തിരിച്ചു തന്നത് ഒരു മഹാത്മാവിനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുമക്കളെ മഹാത്മാക്കളാക്കി രാഷ്ട്രത്തിനും കുടുംബത്തിനും സമ്മാനിക്കുക എന്ന മഹനീയ കർമ്മം നടക്കുന്ന, ആ മഹനീയ പ്രക്രിയ നടക്കുന്ന ഇടമാണല്ലോ വിദ്യാലയം അല്ലെങ്കിൽ വിദ്യാഭ്യാസം. ബഹുമാനപ്പെട്ട സാജു അച്ഛൻ തുടക്കത്തിലെ സൂചിപ്പിച്ചു, പോൾ സാറും ജെയ്സൺ അച്ഛനൊക്കെ അത് ആവർത്തിക്കേണ്ടായി. ഈ വിദ്യാലയത്തിൽ നിന്ന് വിദ്യ നേടിയ ഒരു കുഞ്ഞിൻ്റെയും ജീവിതം പാഴായി പോയിട്ടില്ല എന്ന്. ഞാൻ പ്രഥമ അധ്യാപികയായിരുന്ന സ്കൂളിൽ ഞങ്ങളുടെ സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉദിക്കുകയുണ്ടായി. അന്ന് RTO ഓഫീസിലേക്ക് എന്നെ വിളിപ്പിച്ചു. സ്കൂൾ ബസ്സിലെ നമ്പർ മാറി കുറച്ച് കുട്ടികൾ കയറി. പാരൻസിന് വണ്ടിയുടെ നമ്പർ സ്കൂൾ ഓപ്പണിംഗ് ഡേയിൽ അറിയില്ലായിരുന്നു. അതിൽ വന്ന സംശയം കൊണ്ട് വന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ സീറ്റിലധികം കുട്ടികൾ സ്കൂൾ ബസ്സിൽ കയറിയതിൻ്റെ പേരിലാണ് RTO ഓഫീസിലേക്ക് എനിക്ക് പോകേണ്ടി വന്നത്. RTO ഓഫീസിൽ ചെന്ന ഉടനെ സാറിനെ കാണാനായിട്ട് ചെന്നു. അതിനു മുൻപ് ഞാൻ പ്രശ്നം ഗുരുതരമാകാതിരിക്കാൻ വേണ്ടിയിട്ട് പലരെ കൊണ്ട് അങ്ങോട്ട് വിളിച്ച് പറയിപ്പിച്ചൊക്കെ ഇരുന്നു. പക്ഷെ അത് സാറിൻ്റെ അടുത്ത് എത്തിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. ചെന്ന് കഴിഞ്ഞപ്പോൾ സാർ എന്നോട് ചോദിച്ചു, സിസ്റ്റർ ആലുവയിലുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ആലുവയിൽ ഞങ്ങളുടെ കോൺവെൻ്റ് ഉണ്ട്, ഞാനവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് സാർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അടുത്തൊരു നസ്രത്ത് സ്കൂളുണ്ട്, ഞാൻ അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ്. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് പോയി. ഇപ്പോൾ സാജു അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം ഓർക്കുകയായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നത്,
ഇത്രയും കുഞ്ഞു വിദ്യാലയത്തിൽ ഇത്രയും വലിയ ഉന്നതരായ വ്യക്തികളുണ്ടോ? അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, ഇത്രയും ജീനിയസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് അല്ലേ എന്ന്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഞങ്ങളുടെ അധ്യാപകരുടെ കഴിവാണ്. സാധാരണക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഇടമാണ് എന്ന് പ്രൊഫഷണൽ അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. സിവിൽ സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന പലരും ഈ വിദ്യാലയത്തിൽ പഠിച്ചവരുണ്ട് എന്നൊക്കെ സാർ അന്ന് എന്നോട് പറഞ്ഞു. വൈദികരുണ്ട്. ഈ വിദ്യാലയത്തിൽ വിദ്യ അഭ്യസിക്കാൻ ഭാഗ്യം ലഭിച്ചവർ കുട്ടികൾ ഭാഗ്യപ്പെട്ടവരാണ് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. ധാരാളം സൗകര്യങ്ങൾ, ദിനാചരണങ്ങളുടെ മികവുകളൊക്കെ നമ്മൾ റിപ്പോർട്ടിൽ കാണുകയുണ്ടായി. ബഹുമാനപ്പെട്ട സിസ്റ്റർ റിൻസിറ്റിയുടെ കരുത്തുറ്റ നേതൃത്വത്തിന് കീഴിൽ ശക്തമായ PTA സാന്നിധ്യത്തോടെ, ജനപ്രതിനിധികളുടെ സഹായത്തോടെ, സഹായഹസ്തങ്ങളോടെ എല്ലാം വളരെ ഭംഗിയായി ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഞാൻ ഓർക്കുകയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ച സാറ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ ഓഫീസിലേക്ക് കയറി വരുന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം. എ സ്മൈൽ ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. എനിക്ക് തോന്നുന്നു മാനേജറായ സാജു അച്ഛൻ്റെ ആയുധം അതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഈ വിദ്യാലയം മേൽക്കുമേൽ ശ്രേയസ്സിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ പോൾ സാറും അച്ഛന്മാരെല്ലാവരും വളരെ ഭംഗിയായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. എങ്കിലും ഒരു ചെറിയ കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഞാൻ കണ്ട ഒരു വാട്സപ്പ് ഇമേജിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുക. അതിപ്രകാരമായിരുന്നു. ഒരു സായം സന്ധ്യയിൽ ഒരു പിതാവ് മകൻ്റെ കരം പിടിച്ചുകൊണ്ട് വഴിയിലൂടെ നടന്നു നീങ്ങുകയാണ്. ഭിക്ഷയാചിക്കുന്ന ഭിക്ഷക്കാരനെ കണ്ട അദ്ദേഹം മകനെ, ആ ഭിക്ഷക്കാരനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, നീ നന്നായി പഠിച്ചില്ലെങ്കിൽ നിനക്കും ഈ ഗതി വരും, നീയും പിച്ചയെടുക്കേണ്ടി വരും. അല്പസമയം കഴിഞ്ഞ് മറ്റൊരു പിതാവും മകനും അതിലൂടെ കടന്നുപോയി. ആ പിതാവും ഈ ഭിക്ഷക്കാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ മകനോട് പറഞ്ഞു, മകനെ, നീ പഠിച്ചു മിടുക്കനായിട്ട് വേണം ഇതുപോലെയുള്ള മനുഷ്യരെ സഹായിക്കാൻ. ഭിക്ഷക്കാരന് ഭിക്ഷ നൽകിക്കൊണ്ട് തൻ്റെ മകൻ്റെ മുഖത്ത് നോക്കി ആ പിതാവ് പറഞ്ഞതും നീ നന്നായി പഠിക്കണമെന്ന ആശയം മാത്രമായിരുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ട് പിതാക്കന്മാരും ഇവിടെ കൈമാറിയത് നന്നായി പഠിക്കുക എന്ന ആശയമാണ്. പക്ഷേ അവർ ആ ആശയം കൈമാറിയ വിധത്തിലാണ് വ്യത്യാസം. ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് അപ്രോച്ച് രണ്ടാമത് വന്ന പിതാവിന് കൈമാറാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ നല്ലവരാണ്, നന്മ നിറഞ്ഞവരാണ്, കുടുംബത്തിൻ്റെ സ്വത്താണ്, രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ആശയവിനിമയ സംവിധാനങ്ങളും ബഹുമാനപ്പെട്ട സാർ അതൊക്കെ സൂചിപ്പിക്കേണ്ടായി. അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പരിതസ്ഥിതിയും നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപവൽക്കരണത്തിലും വിജ്ഞാന സമ്പാദനത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അമ്മയുടെ മടിത്തട്ടിൻ്റെ സുഖവും അച്ഛൻ്റെ പരുക്കൻ കൈകളുടെ തലോടലും അറിഞ്ഞു വേണം നമ്മുടെ മക്കൾ വളരാൻ. വിദ്യാലയം വീടണയാൻ നമ്മളുടെ മക്കളുടെ മനസ്സ് കുതിക്കണം. പരിക്കുകളിലും തിരക്കുകളിലും അവർ മടങ്ങിയെത്തേണ്ട ഇടമാണ് വീട്. ബന്ധങ്ങൾ ഉടലെടുക്കുന്നത്, പവിത്രമായ ബന്ധങ്ങളുടെ സ്ഥലമാണ് കുടുംബം. കുട്ടികളെ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് വിട്ടിട്ട് ഞാൻ അവരെ അല്പസമയം ഓഫീസിൽ നിന്ന് അവരെ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കളിക്കാൻ പോകാതിരിക്കുന്നത് കണ്ട് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, മോൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, അവരുടെ കൂടെ കളിക്കാത്തത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ പപ്പ എന്നോട് പിണങ്ങി. ഞാൻ കാരണം ചോദിച്ചു. അവൻ പറഞ്ഞു, പപ്പ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ എടുക്കരുതെന്ന്. എനിക്കൊരു ഫോൺ വന്നു, ഞാനതെടുത്തു. ഫോൺ അറ്റൻഡ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ പപ്പ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയി. എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ചുരുക്കം ചിലരെങ്കിലും നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ ഇവിടെ പോൾ സാറ് വളരെ വ്യക്തമായ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. നമ്മളുടെ മക്കളുടെ നീക്കങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം. അവരുടെ സൗഹൃദ വലയങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഇന്ന് ഒരു പേന ചോദിച്ചാൽ ഒരു പാക്കറ്റ് പേന കൊടുക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മക്കൾ അറിഞ്ഞു വളരണം. കുടുംബകാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യണം. അവരെയും അതിൽ പങ്കാളികളാക്കണം. എങ്കിൽ ഭാവിയിൽ നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകും. നല്ലവരായ നമ്മുടെ കുഞ്ഞുങ്ങൾ
അവർ നല്ലവരാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ മക്കൾ നല്ലവരാണ്, നന്മ നിറഞ്ഞവരാണ്, നമ്മുടെ സമ്പത്താണ്. അവരെയെല്ലാം അവരായിരിക്കുന്ന വിധം ശ്രേയസ്സിലേക്ക്, പുരോഗതിയിലേക്ക് വളർത്താൻ ഈ വിദ്യാലയം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട പോൾ സാറ്, ഞാൻ സാറിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ കിടങ്ങൂർ സ്കൂളിലായിരുന്നപ്പോഴും അങ്കമാലിയിലായിരുന്നപ്പോഴും ഒക്കെ സാറിൻ്റെ പ്രസംഗങ്ങളും സാറ് ക്ലാസ്സിലൊക്കെ സ്കൂളിൽ ഔദ്യോഗികമായ മീറ്റിങ്ങുകൾക്കൊക്കെ വരുമ്പോൾ സാറിൻ്റെ ക്ലാസ്സൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത്ര വിശിഷ്ടമായ ക്ലാസ്സുകളാണ്. ഞാൻ സാറിൻ്റെ പേര് നോട്ടീസിൽ കണ്ടപ്പോൾ ഓർത്തു, ഇത്ര കുഞ്ഞ് വിദ്യാലയത്തിലൊക്കെ സാറ് വരുമോ എന്ന്. വിനയം വിദ്യുതൻ ഫലം, സത്യാന്വേഷകൻ മൺതരിയേക്കാൾ വിനീതനായിരിക്കണം. ഈ വാക്കുകളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരിക സാറിനെ കാണുമ്പോൾ. വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാ സാറിൻ്റെ സാന്നിധ്യം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊവിൻഷ്യലച്ചൻ, ഞാൻ ഓർത്തിരുന്ന ഞങ്ങളുടെ പ്രൊവിൻഷ്യലമ്മ മാത്രമാണ് റാങ്ക് ഹോൾഡർ എന്നാണ്. ഇവിടെ പ്രൊവിൻഷ്യലത്തിലും റാങ്ക് ഹോൾഡറാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് സാജു അച്ഛൻ. അപ്പോൾ വലിയ വാഗ്മിയാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയാൻ കഴിവുള്ള അച്ഛൻ്റെ ഈ കഴിവിന് മലയാള സാഹിത്യത്തിൽ ഒരു വാക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ അത് പഠിപ്പിച്ചിട്ടുണ്ട്, ആ വാക്ക്. പക്ഷെ മലയാളമായതുകൊണ്ട് വലിയ ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ള അച്ഛൻ അത് ഓർമ്മയിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല. സണ്ണിയച്ഛൻ, വലിയ സണ്ണിയച്ഛൻ്റെ സാന്നിധ്യം നമുക്കിവിടെയുണ്ട്. അച്ഛന് ശബ്ദമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അച്ഛൻ്റെ ആശംസ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വിശുദ്ധരായ ഈ വൈദികരുടെ സാന്നിധ്യം, മഹനീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ പോൾ സാറിൻ്റെ സാന്നിധ്യം, PTA നിറസാന്നിധ്യത്തിൻ്റെ പ്രതിനിധിയായി വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി ട്രീസ വേദിയെ അലങ്കരിക്കുന്നു. മാസ്റ്റർ അൽഹാൻ നമ്മോടൊപ്പമുണ്ട്. റിൻസിറ്റ സിസ്റ്റർ ഒരു പുഞ്ചിരിയുമായി ഇതുപോലെ തന്നെ ഞങ്ങൾ ഒരു ക്യാമ്പസിൽ തന്നെ പഠിപ്പിച്ചിരുന്നവരാണ് ഒരു കാലഘട്ടത്തിൽ. സിസ്റ്റർ പിന്നെ വിദ്യാലയങ്ങൾ മാറി, ഇങ്ങനെ ഞങ്ങളും വിദ്യാലയങ്ങൾ മാറിപ്പോയി. സിസ്റ്ററിൻ്റെ വലിയ നേതൃത്വ ശക്തിയൊക്കെ പ്രത്യേകം ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വലിയ സൗഹൃദത്തോടെ എല്ലാവരോടും വളരെ താല്പര്യത്തോടെ ഇടപെടാനും എപ്പോഴും സമീപിക്കാനും എന്തായാലും ഒരു ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ വേണ്ട ഒരു പ്രത്യേക ഗുണമാണത്. വളരെ സിമ്പിളായിട്ട് ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ശ്രീൻസിറ്റിയെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ ഇവിടെ സേവനം ചെയ്യുന്ന ഞങ്ങളുടെ സിസ്റ്റേഴ്സ് രാവുകളിലാണ് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇവിടുത്തെ അധ്യാപകരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇനാഗുറേഷൻ ഉണ്ടായപ്പോഴും ഞാനിവിടെ വന്നിരുന്നു. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും സഹകരണവും ശക്തിയൊക്കെ അന്ന് അനുഭവിക്കാനായിട്ട് കാണാനൊക്കെ ആയിട്ട് സാധിച്ചു. ഇവിടെ സേവനം ചെയ്യുന്ന ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ കഠിനാധ്വാനത്തേക്ക് ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. മറ്റധ്യാപകരെ എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗാല 2K25 എല്ലാ നന്മയും വിശുദ്ധിയും മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ വിദ്യാലയം മേൽക്കുമേൽ ശ്രേയസ്സിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sister. Storytelling is the most powerful way to put ideas into the world. Here our student Clara Nelson to present the storytelling. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. സ്വന്തം പേര് പറഞ്ഞ് കരയുന്ന പക്ഷി ഏതാണ്? കാക്ക. കാക്കയുടെ നിറം എന്താണ്? കറുപ്പ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ആരുടെ കഥയാണെന്ന്. അതെ, കാക്കയുടെ കഥ തന്നെ. കഥയുടെ പേരെന്താണെന്നോ? കാക്കയുടെ പൊങ്ങച്ചം. ഒരിക്കലൊരു കാക്ക എനിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചു നടക്കുകയായിരുന്നു. ഒരു ദിവസം മരത്തിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ കുറച്ചകലെ പീലിവിടർത്തി നൃത്തമാടുന്ന മയിലുകളെ കണ്ടു. ഹായ്, എന്തു മനോഹരമായാണ് അവർ നൃത്തം ചെയ്യുന്നത്! എന്തു മനോഹരമാണ് അവരുടെ പീലികൾ! ഞാനും അതുപോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ സ്വരവും കേൾക്കാൻ കൊള്ളില്ല, എൻ്റെ നിറമോ കാണാനും കൊള്ളില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മയിലുകളെല്ലാം അവിടെ നിന്ന് പോയി. അതാ അവിടെ നിറയെ പീലികൾ. കാക്ക അങ്ങോട്ടേക്ക് പറന്ന് ചെന്നു. പീലികളെല്ലാം കൊത്തിയെടുത്ത് തൻ്റെ വാലിൻ്റെ പുറകിൽ വെച്ച് പിടിപ്പിച്ചു. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ആഹാ, നല്ല ഭംഗിയുണ്ട്. ഈ ഭംഗി ആരെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ എന്നും പറഞ്ഞ് മറ്റു കാക്കകളുടെ അടുത്തേക്ക് പറന്നു ചെന്നു. നോക്കൂ എൻ്റെ പീലികൾ, നിങ്ങളെക്കാൾ എത്ര സുന്ദരിയാണ് ഞാൻ. കാക്കകളെല്ലാം അത്ഭുതത്തോടെ നോക്കി. അല്ല, ഇത് കാക്ക തന്നെയാണോ? ഇതുപോലെ ഞങ്ങൾ ഇതുവരെ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. പെട്ടെന്ന് അതിശക്തമായ കാറ്റ് വീശി പിറകിൽ വെച്ചിരുന്ന പീലികളെല്ലാം പറന്നുപോയി.
മറ്റു കാക്കകളെ നോക്കി കളിയാക്കി ചിരിച്ചു. കാക്ക നാണക്കേടും സങ്കടവുമായി കാക്ക ദൂരേക്ക് പറന്നുപോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? ആദ്യം തന്നെ പൊങ്ങച്ചം പറയണമായിരുന്നോ? വേണ്ട. നമ്മൾ മറ്റുള്ളവരെ പോലെ ശ്രമിക്കണമായിരുന്നോ? വേണ്ടേ വേണ്ട. ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും മറ്റുള്ളവരെ പോലെ ശ്രമിക്കരുത്. നമ്മളാണ് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. Supporting a dynamic force of our school. Together we make this evening a charming and beautiful. I call upon Mrs. Teresa Rose John, our PTA Vice President, for the felicitation. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കുഞ്ഞു മക്കളെ, ആലുവ ഉപജില്ലയിലെ ഒരു വിദ്യാലയമാണ് നമ്മുടേത്. 50 വർഷം പൂർത്തിയായിരിക്കുന്ന നമ്മുടെ കൊച്ചു വിദ്യാലയം നസ്രത്ത് സ്കൂളിൻ്റെ വാർഷിക ആഘോഷമാണല്ലോ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ജ്ഞാനം, അറിവ് പകർന്നു നൽകുന്നതാണ് വിദ്യാഭ്യാസം. ജീവനിൽ ആത്മവിശ്വാസം പുലർത്തുന്നതും നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്നു. നടന്നു കയറിയ വഴിയിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വിദ്യാലയത്തിൽ പഠിച്ചു പോയവർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അഭിമാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും നിറകുടമാണ് നമ്മുടെ ഈ വിദ്യാലയം. നമ്മുടെ മാനേജർ അച്ഛൻ വിദ്യാലയത്തിനും കുട്ടികളുടെയും വളർച്ചയ്ക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഹെഡ് മിസ്ട്രസ് ഈ വിദ്യാലയത്തിൻ്റെ ഒരു വിളക്കാണ്. ഏത് സമയവും ചിരിച്ചു നിൽക്കുന്ന മുഖവുമാണ് സിസ്റ്ററിൻ്റേത്. പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ കഴിവ് കണ്ടെത്തി അവരെ അതിൽ പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മുടെ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിട്ടുമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ വിജയം. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൻ്റെ PTA അംഗങ്ങളുടെയും പ്രവൃത്തി എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം ഞാൻ 2 വർഷമായി PTA അംഗമായി നിലവിൽ പോകുന്നതാണ്. ഏതൊരു നിമിഷവും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്നോട് ഒരു കാര്യം എനിക്ക് പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും സഹകരണം ഞാൻ എടുത്തു പറയുന്നു. ഒരു വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് PTA അംഗങ്ങളും അധ്യാപകരും ഒരുമിച്ചുള്ള പ്രവർത്തനം. 50 വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കായി നമുക്ക് പ്രവർത്തിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. A leader is the one who makes others shine. And we have the right one. Master Muhammad Alhan, our head boy, is here on the dais. I invite Master Muhammad Alhan for the felicitation. Distinguished guests in the dais, respected teachers, parents, and my dear friends, a very warm welcome to our school's annual day celebration. As your school leader, it fills me with immense joy to stand before you today, representing the vibrant spirit of our school. Today, as we gather to celebrate our achievements, let's take a moment to cherish the beautiful journey we have shared together on the past year. We have learned and grown in countless ways, but beyond the textbooks, we have learned the power of friendship, kindness, and perseverance. These lessons guide us through the adventures that lie ahead. We have the ability to shape our world for better. To teachers and mentors, thank you for igniting the spark of knowledge with us. Your guidance and support have been invaluable, shaping us into the individuals we are becoming. Let our hearts be filled with gratitude for the opportunities we have been blessed with. Let's make this world a better place, one small deed at a time. My dear friends, let's step into the future with courage and determination. Thank you everyone for being a part of this incredible journey
and have a great evening. Thank you. Thank you, Muhammad Alhan. Childhood is an enchanting and endless fun. So let's come together to enjoy and celebrate this childhood. Here I welcome Hamdan, Class 2, to present the mesmerizing action song. നമസ്കാരം. ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത് തെന്മാമ്പഴം എന്ന കവിതയാണ്. എനിക്കുമുണ്ടൊരു തേന്മാവ്, വലുപ്പമുള്ളൊരു തേന്മാവ്, എന്നുടെ വീട്ടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്, എന്നുടെ വീട്ടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്. വിരുന്നിനെത്തി തത്തമ്മ കൂടുകൂട്ടാനെന്നാനും വിരുന്നൊരുക്കി തേന്മാവ്, എന്നുടെ നമ്മുടെ തേന്മാവ്. വിരുന്നൊരുക്കി തേന്മാവ്, എന്നുടെ നമ്മുടെ തേന്മാവ്. ചക്കര മാമ്പഴമുണ്ടല്ലോ, കളിയൂഞ്ഞാലുമുണ്ടല്ലോ, കളിയും ചിരിയും ബഹളവുമായി സന്തോഷത്തിൻ നാളുകളായി. കളിയും ചിരിയും ബഹളവുമായി സന്തോഷത്തിൻ നാളുകളായി. വെട്ടിമാറ്റാൻ വന്നവരെ അരുതേ അരുതേ വെട്ടരുതേ, പറയണം നാം കുട്ടികളെ നമ്മുടെ നല്ലൊരു ഭാവിക്ക്. പറയണം നാം കുട്ടികളെ നമ്മുടെ നല്ലൊരു ഭാവിക്ക്. എനിക്കുമുണ്ടൊരു തേന്മാവ്, വലുപ്പമുള്ളൊരു തേന്മാവ്, എന്നുടെ വീട്ടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്, എന്നുടെ വീട്ടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്. നന്ദി. It is the matter of great honor and pleasure to appreciate and reward the hard work as well as the performance the students who have made us all proud. Let's move towards the much-awaited praise distribution ceremony. It is the time to acknowledgement the beaming talented students of our students. May I now invite Reverend Father Jason Carlin to distribute the Proficiency Awards. LKG, first, Isa Rose Suni. Second, Derin Deepak. UKG, first, Dean Makeup. Second, Niranjana S. Standard 1, first, Nainika KM. Second, Edward Anthony Shijo. Standard 2, first, Aditi S. Second, Hamdan's wife. Standard 3, first, Veda Reborn. Second position, Adya Suraj. Standard 4, first, Justina VJ. Second, Muhammad Alhan. This award sponsored by PTA and MPTA members. Thank you, Father. Next, Ignatius Memorial Award. I would like to call upon Reverend Father Sunny Pallipatte to distribute the prize winners. LKG, Eva Manoj. UKG, Angel Maria Roy. Akshita Suraj of Class 1. Muhammad Anshif of Class 2.
Standard 3, Muhammad Yasin. Standard 4, Andrew Sandosh. Thank you, Father. Next, Best Student Award. I would like to invite Reverend Sister Daisy John to distribute the Best Student Award. This award sponsored by all students Nasrat Threshers. LKG, Isa Rose Suni. UKG, Aiden Biju. Standard 1, Shakti Vedashri. Standard 2, Clara Nelson. Standard 3, Shridev Prashant. Standard 4, Justina Vijay. Thank you, sister. Now I invite Reverend Father Saju Cherkal to distribute the Jidin Memorial Award. This award sponsored by Jidin's family. Adil Manoj of Class 2. Next, Sub-District Kalolsavam, English Recitation, First A Grade, Justino of Class 4. Next, the moment we all be waiting for the prestigious overall champion, the title goes to Green Group. Students, please come on the stage to receive the trophy. Next, Best Outgoing Student Award. This award goes to Justino of Class 4. This award sponsored by our old student, Tindu Anthony Thomas. Thank you, Father. Now the moment all have been waiting for the prestigious overall trophy. The title goes to Green Group. I request Green Group teachers also come forward. Hamdan Proficiency 2nd. Standard 2nd Standard Hamdan. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നസ്രത്ത് LP സ്കൂളിൻ്റെ സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി നാം നടത്തിയ നറുക്കെടുപ്പ് മത്സരത്തിൽ സമ്മാനാർഹരായവരുടെ പേരുകളാണ് ഇനി അറിയിക്കുന്നത്. വ്യത്യസ്തങ്ങളും ആകർഷകവും ഉപയോഗപ്രദവുമായ സമ്മാനങ്ങൾ ഞങ്ങൾക്കായി സ്പോൺസർ ചെയ്ത ഞങ്ങളുടെ എല്ലാ അഭ്യുദയകാംക്ഷികളെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. സമ്മാനം നൽകുന്നതിനായി നസ്രത്ത് സ്കൂൾ മാനേജർ ഫാദർ സാജു ചിറക്കലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സമ്മാനാർഹരായവർ സ്റ്റേജിൻ്റെ മുൻഭാഗത്തേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 10ാം സമ്മാനത്തിന് അർഹനായത് സ്റ്റാൻ ഇഷാൻ. സമ്മാനം കെറ്റിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ് ഷിജി റോയ്. സ്റ്റാൻ ഇഷാൻ. Stanishan. Next,
9ാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് ഗണേഷ്. സമ്മാനം ഫ്രൈ പാൻ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് 1980-84 ബാച്ച്. 8ാം സമ്മാനം സ്റ്റാൻ ഇഷാൻ കാസ്ട്രോൾ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ് ടെസി വർഗീസ്. 7ാം സമ്മാനം ബാബു ചക്കാലക്കൽ ബ്ലൂടൂത്ത്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് മേഴ്സി ടീച്ചർ. 6th FC ഗവൺമെൻറ് ആമ്പല്ലൂർ അയൺ ബോക്സ്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ് ജസീന്ത. 5ാം സമ്മാനം ധന്യ സുധീഷ് പ്രഷർ കുക്കർ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് 80-84 ബാച്ച്. 4ാം സമ്മാനം നോയൽ ഡിന്നർ സെറ്റ്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോസഫ്. 3ാം സമ്മാനം നോയൽ ഡിന്നർ സെറ്റ് നോയൽ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോസഫ്. 3ാം സമ്മാനം ഡാനിയൽ ദീപു. സമ്മാനം മിക്സി. സ്പോൺസർ ചെയ്തിരിക്കുന്നത് 1988 ബാച്ച്. 2ാം സമ്മാനം ഇസ റോസ് സുനി. സമ്മാനം മൈക്രോവേവ് ഓവൻ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജസ്റ്റീൻ മുത്തേടൻ. ഇസ റോസ് സുനി മിക്സി. എല്ലാവരും കാത്തിരുന്ന 1ാം സമ്മാനം ഇതാ കടന്നു വരുന്നു. സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് ജിജോ ജോസ് പേരേമുട്ടിൽ. സമ്മാനം വാഷിംഗ് മെഷീൻ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് റാണി വർഗീസ്. Congratulations, Jijo Jos. Thank you. Words can frame a goal. One candle can wipe our darkness. A true leader has a confidence to stand alone. Now I invite Reverend Sister Vincita, the guiding star and head minister, for the vote of thanks. എന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ആലുവ നസ്രത്ത് LP സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിന് തിരിതെളിഞ്ഞു. വിടർന്ന് പരിശീലിക്കേണ്ട പൂമുട്ടുകളെ അക്ഷരലോകത്തിലേക്ക് മാത്രമല്ല എല്ലാ തലങ്ങളിലും നിലവാരത്തിലും വളർത്തിയെടുക്കുവാൻ നിറമനസ്സോടെ അക്ഷീണം യത്നിക്കുന്ന നസ്രത്ത് മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ്, PTA MPT അംഗങ്ങൾ, ഉപകാരികൾ, സുമനസ്സുകളായ നാട്ടുകാർ എന്നിവരെ നന്ദിയോടെ സ്മരിക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച കപ്പൂച്ചൻ സെൻറ് തോമസ് പ്രൊവിൻസിൻ്റെ മിനിസ്റ്റർ പ്രൊവിൻഷ്യൽ റവറൻ ഫാദർ ജെയ്സൺ കാളൻ നല്ലൊരു പ്രൊഫസറും ലളിതമായ ജീവിതത്തിൻ്റെ ഉടമയുമാണ്. തൻ്റെ തിരക്കിനിടയിലും ഈ വിദ്യാലയത്തിൽ വന്ന് നല്ലൊരു സന്ദേശം നൽകിയതിന് സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദികൾ അർപ്പിക്കുന്നു. ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും തൻ്റെ പ്രസംഗത്തിലൂടെ നമ്മെ പ്രബുദ്ധരാക്കുകയും ചെയ്ത ഫിസാറ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഒത്തിരിയേറെ പ്രസ്ഥാനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട പോൾ മുണ്ടാടൻ സാറിന് സ്നേഹ ആദരവോടെ ഞങ്ങൾ നന്ദികൾ അർപ്പിക്കുന്നു. നസ്രത്ത് ആശ്രമ സുപ്പീരിയർ റവറൻ ഫാദർ സണ്ണി പള്ളിപ്പാട്ട് ശാന്തവും സൗമ്യമായ പെരുമാറ്റവും ജർമ്മൻ ഭാഷാ അധ്യാപകനുമാണ്. ഈ നല്ല ദിനത്തിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ ഒന്നു ചേർന്ന് അച്ഛന് നന്ദികൾ അർപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ആത്മീയമാനം മുന്നിൽ കണ്ട് വിദ്യയാകുന്ന വിശുദ്ധ ചിരാത് അനേകം ജീവിതങ്ങൾക്ക് കൈമാറിയ, ഇന്ന് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രൊവിൻഷ്യൽ കൗൺസിലർ റവറൻ സിസ്റ്റർ ഡെയ്സ് ജോണിന് സ്നേഹോഷ്മളമായ നന്ദി. എപ്പോഴും സഹായ സഹകരണങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്ന ഇന്നേ ദിനം പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കുകയും ഏവർക്കും ഹൃദ്യമായ സ്വാഗതമരുളിയ ഏവർക്കും പ്രിയങ്കരനായ ഞങ്ങളുടെ മാനേജർ റവറൻ ഫാദർ സാജു ചിറക്കിലിന്
വളരെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നസ്രത്ത് വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന, ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ സനീഷ് കളപ്പുരയ്ക്കലിന് സ്നേഹപൂർവ്വം ഞങ്ങൾ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഈ വിദ്യാലയത്തെ ഏറെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, ഇന്ന് ആശംസകൾ നേർന്ന് സംസാരിച്ച വൈസ് പ്രസിഡന്റ് ശ്രീമതി ട്രീസ റോസ് ജോണിന് ഒത്തിരിയേറെ നന്ദി. സ്കൂൾ വാർഷികത്തിന് കൃത്യമായ ആശംസകൾ അർപ്പിച്ച സ്കൂൾ ലീഡർ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാസ്റ്റർ മുഹമ്മദ് അൽ ഖാന് വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ വിദ്യാലയത്തിലെ PTA MPT അംഗങ്ങൾ വളരെ സജീവമായി നമ്മോടൊപ്പമുണ്ട്. കുട്ടികൾക്കുള്ള സ്റ്റഡി പ്രൈസ്, എവറോളിംഗ് ട്രോഫി എന്നിവ ഇവർ സ്പോൺസർ ചെയ്തു. നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക്, സഹകരണത്തിന് ഒത്തിരി നന്ദി. ഈ വിദ്യാലയത്തിലെ ഏതൊരു സംരംഭത്തിനും ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന, സഹായ സഹകരണങ്ങൾ നൽകുന്ന ക്ലാരപുരത്തെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളമ്മയ്ക്കും മദറിനും എല്ലാ സഹോദരിമാർക്കും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ബെസ്റ്റ് സ്റ്റുഡൻസ് ട്രോഫി നൽകിക്കൊണ്ടിരിക്കുന്ന നസ്രത്ത് ട്രഷേഴ്സ് ഗ്രൂപ്പ്, പൂർവ്വ വിദ്യാർത്ഥി കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം മറ്റ് പല ബാച്ചുകാരും സാമ്പത്തികമായും മറ്റ് പലതരത്തിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി. കുട്ടികളുടെ പഠനത്തിനായി സാമ്പത്തിക സഹായവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല മനസ്സുകളെയും നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതിക്കായി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ജെയിംസ് കല്ലുംകുളത്തെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. കുഞ്ഞുമക്കളുടെ കലാപരിപാടികൾ ആസ്വദിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, പൂർവ്വ വിദ്യാർത്ഥികൾ, അയൽപക്കക്കാർ, നാട്ടുകാർ, കുഞ്ഞുമക്കളുടെ മാതാപിതാക്കന്മാർ, ബന്ധുമിത്രാദികൾ ഓരോരുത്തരെയും പ്രത്യേകം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. മനോഹരമായ സ്റ്റേജ് ഒരുക്കിയ, ഏത് കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ശ്രീ ജോബിക്കും, ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്ത സച്ചിനും കൂട്ടുകാർക്കും, കലാസന്ധ്യയ്ക്ക് കുഞ്ഞുമക്കളെ ഒരുക്കിയ ഐറയ്ക്കും കൂട്ടുകാരികൾക്കും, യോഗ ക്ലാസ് നടത്തുന്ന മോഹൻ മാഷിനും, അതുപോലെ തന്നെ ഇന്ന് റെക്കോർഡിംഗ് നടത്തിയ ടിൻഡു തോമസിനും, വീഡിയോ ചെയ്യുന്ന ഓർവിനും ആത്മാർത്ഥമായ നന്ദി. ഈ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടുവാനായി നൃത്തച്ചുവടുകളുമായി അണിയറയിലായിരിക്കുന്ന കൊച്ചു കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒത്തിരി നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.